എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഹാഫ് ഇയർലിയുടെ എക്സാമൊക്കെ കഴിഞ്ഞു ഫസ്റ്റ് ടൈം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എൻ്റെ വീഡിയോ കണ്ട കുറേ പേര് വിളിച്ച് പറഞ്ഞു സൂപ്പറായിരുന്നു. ഗ്രാമർ പോർഷൻ, ഇംഗ്ലീഷിൻ്റെ, ഹിന്ദിയുടെ ഒക്കെ അവർക്ക് ഒരുപാട് സഹായം ചെയ്തു എന്ന് പറഞ്ഞു. ലാസ്റ്റിലാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു. ഇനി തൊട്ട് നേരത്തെ കിട്ടാനുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അപ്പം നമുക്ക് ഫേസ് ടു ഫേസ് വേറൊരു വീഡിയോയിലൂടെ സംസാരിക്കാം. ഇപ്പം നമുക്കതുകൊണ്ട് ടേം 2-ൻ്റെ ചാപ്റ്റർ സയൻസിലേക്ക് ആദ്യം സയൻസ് എടുത്ത് തരാം. സയൻസിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ചാപ്റ്റർ കെമിസ്ട്രിയുടെ കാർബൺ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ കാർബൺ മുഖവരെയൊന്നും വേണ്ട, മാമിനെ എല്ലാവർക്കും അറിയാമല്ലോ. ക്ലാസ്സൊക്കെ നേരത്തെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിൽ അതിനെ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നു പോരുത് നിങ്ങൾ. അപ്പോൾ നമുക്ക് മോർ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ ചാപ്റ്ററിലേക്ക് തന്നെ പോകാം. ചാപ്റ്റർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബുക്സിലായിരുന്നു പഠിപ്പിച്ചത്. അപ്പോൾ ഇത് കുറേ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ എക്സാമിൻ്റെ സീരിയസ്നെസ് എങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പിയർ ചെയ്യേണ്ട വന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിപ്പിക്കാമെന്നാണ് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കാർബൺ ആൻഡ് കോമ്പൗണ്ടിനകത്ത് വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ നമുക്ക് ഈ പ്രാവശ്യം. അപ്പോൾ ആദ്യമേ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് തന്നെ കടക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എ കാർബൺ ആണ്. പ്രോപ്പർട്ടീസ് കാർബൺ. അപ്പോൾ ഞാൻ ബുക്കിനകത്തുള്ള മെയിൻ പോയിന്റ്സുകളും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്നുള്ളത് അത് നിങ്ങൾ ആദ്യത്തെ വീഡിയോയിലും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പോൾ കുറേ കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ബുക്കിനകത്ത് എഴുതി കാണിക്കുകയാണ്. നിങ്ങൾ വീഡിയോ മിസ്സാക്കരുത്. എക്സ്ട്രാ ആയിട്ട് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി ഒന്നും പറയില്ല. അപ്പോൾ കേൾക്കേണ്ട എല്ലാ പോയിന്റുകളും കേട്ട് എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കാർബൺ കോമ്പൗണ്ട്സിനകത്ത് ആദ്യമേ നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് എ കാർബൺ ആണ്. എന്താണ് കാർബണിൻ്റെ പ്രോപ്പർട്ടീസുകൾ? അപ്പോൾ ആദ്യത്തെ തന്നെ പറയാം, ദ എലമെന്റ് കാർബൺ ഈസ് എ നോൺ മെറ്റൽ. ആദ്യത്തെ പ്രോപ്പർട്ടീസ് എന്താ? നോൺ മെറ്റൽ ആണ്. എന്താ? എലമെന്റ് കാർബൺ, ദ എലമെന്റ് കാർബൺ ഈസ് നോൺ മെറ്റൽ. ഒന്നാമത്തത് നോൺ മെറ്റൽ ആണ്. എന്താണ് അതിൻ്റെ? ഇറ്റ് സിമ്പിൾ ആസ് സി. അപ്പോൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു, ഒരു ലൈനിൽ തന്നെ രണ്ടെണ്ണം പറഞ്ഞു. ദ എലമെന്റ് കാർബൺ ഈസ് നോൺ മെറ്റൽ, ഇറ്റ്സ് സിമ്പിൾ ഈസ് സി. ഇതിന്റെ സിമ്പിൾ എന്താ? സി ആണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ പറയാൻ ചെല്ലുമ്പം കാർബൺ ഈസ് എ വേഴ്സറ്റൈൽ എലമെന്റ്. കാർബൺ, അപ്പോൾ ഒന്നാമത്തെ ഞാനിവിടെ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, കാർബൺ ഒരു വേഴ്സറ്റൈൽ എലമെന്റ് ആണ്. അപ്പോൾ എന്താ? ഞാനിവിടെ മെയിൻ പോയിന്റുകൾ എഴുതി കാണിക്കാം. വെർസറ്റൈൽ ആണ് രണ്ടാമത്തെ. ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ പ്രസന്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ഇൻ ദ ഫോം ഓഫ് എ മിനറൽ. അപ്പോൾ എർത്ത് ക്രസ്റ്റിൽ, അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റൽ എലമെന്റ് ആണ് കാർബൺ. അതിന്റെ സിമ്പിൾ സി ആണ്. കാർബൺ ഈസ് എ വേഴ്സറ്റൈൽ എലമെന്റ് ആണ്. രണ്ടാമത്തത് പറഞ്ഞത് വേഴ്സറ്റൈൽ എലമെന്റ് എന്നാണ് കേട്ടോ. ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ പ്രസന്റ് ഇൻ എർത്ത് ക്രസ്റ്റ് ഈസ് ദ ഫോം ഓഫ് മിനറൽ. എങ്ങനെയാണ്? മിനറൽസിന്റെ ഫോമിലാണ് എർത്ത് ക്രസ്റ്റിനകത്ത് കാർബൺ ഉള്ളത്. അതിന്റെ പെർസെൻറ്റേജ് എന്താ? അപ്പോൾ അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.02% എർത്ത് ക്രസ്റ്റിൽ കാർബൺ മിനറലിന്റെ രൂപത്തിൽ ഉള്ളത്. അതിന്റെ അറ്റ്മോസ്ഫിയറിൽ സിംഗുലർ തന്നെയല്ല നിൽക്കുന്നത്. അത് CO2 ഫോമിൽ, CO2 എത്രയുണ്ട്? 0.03 ആണ് അറ്റ്മോസ്ഫിയറിലുള്ളത്. ഞാൻ ഇതെല്ലാം ഷോർട്ട് ഫോമിലാണ് എഴുതുന്നത്. എർത്ത് ക്രസ്റ്റിനകത്ത് മിനറലിന്റെ ഫോമിൽ 0.02% കാർബൺ ഉണ്ട്. പിന്നെ എവിടെയുള്ള അറ്റ്മോസ്ഫിയറിൽ CO2 ഫോമിൽ, CO2 ഒരുമിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ. അപ്പോൾ കാർബൺ അതിനകത്ത് 0.03% ഉള്ളത്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ പ്രോപ്പർട്ടീസ് ഓഫ് കാർബണിന്റെ. ഞാൻ ഇത്രയും പറഞ്ഞു തന്നു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് വേറൊരു പ്രോപ്പർട്ടിയാണ്. ആൾ ദ ലിവിങ് തിങ്സ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട്. അപ്പം ലിവിങ് ബീങ്സ് ആയ പ്ലാന്റ്സും അനിമൽസും എല്ലാം എന്താണ്? ലിവിങ് തിങ്സ് അപ്പ് ഓഫ് കാർബൺ കോമ്പൗണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നു, എന്നാലും അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ലിവിങ് തിങ്സ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ കോമ്പൗണ്ട്. വേറൊരു അതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്, പ്രോപ്പർട്ടീസ് ആണ്. എല്ലാ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിനകത്തും എന്തുണ്ട്? കാർബൺ കോമ്പൗണ്ട്സുകൾ
ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഉണ്ടെന്നല്ല, അതാണ് ലൈഫിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി കാർബൺ കോമ്പൗണ്ടുകൾ അത്യാവശ്യമാണ്. പിന്നെന്തുവാ, കാർബൺ ആൾവേസ് ഫോംസ് കോവലന്റ് ബോണ്ട്. ഇത് നമുക്കിനി ഈ ഒരു പോയിന്റിനെ വെച്ചിട്ടാണ് നമ്മൾക്കിനി മുന്നോട്ട് പഠിക്കാനുള്ളത്. കാർബൺ ആൾവേസ് ഫോം കോവലന്റ് ബോണ്ട്. ഏത് ഫോമിലാണ് കാർബൺ കാണുന്നത്? കോവലന്റ് ബോണ്ടിനകത്താണ്. കോവലന്റ് ബോണ്ടിന്റെ ഫോമിലാണ് കാർബൺ കാണുന്നത്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞല്ലോ. ദ എലമെന്റ് കാർബൺ ഈസ് എ നോൺ മെറ്റൽ, സിംബലൈസ് ചെയ്യുന്നത് സി ആണ്. കാർബൺ ഈസ് എ വെർസറ്റൈൽ എലമെന്റ് ആണ്. എർത്ത് ക്രസ്റ്റിനകത്ത് ഇതിന്റെ പെർസെൻറ്റേജ് മിനറൽ ഫോമിൽ 0.02%. അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ ചേർന്ന് എത്ര പെർസെൻറ്റേജിലാണ്? 0.03%. അപ്പൊ പിന്നെ പറഞ്ഞു ഓൾ ലിവിങ് തിങ്സ് മേഡപ്പ് ഓഫ് കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട് കൊണ്ടാണ് ഓൾ ലിവിങ് തിങ്സ് ആയ പ്ലാന്റ്സും അനിമൽസും ഒക്കെ നമ്മുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ പറഞ്ഞു കാർബൺ ആൾവേസ് ഫോം കോവലന്റ് ബോണ്ട്. പിന്നെ അപ്പൊ അത്രയും പറഞ്ഞല്ലോ, കോവലന്റ് ബോണ്ട് ഫോം ചെയ്തുകൊണ്ടാണ് കാർബൺ ആൾവേസ് എപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ പറഞ്ഞത് ദ ആറ്റോമിക് നമ്പർ ഓഫ് കാർബൺ, ആറ്റോമിക് നമ്പർ ഓഫ് കാർബൺ എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ ഓഫ് എ കാർബൺ ഈസ് 6 ആണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട, അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ആറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പൊ നമുക്കിനി പറയാനുള്ളത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റിയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ എന്താ? അത് ഞാൻ പറയാം. KELM ഷെല്ലുകളിലെ ഇലക്ട്രോൺസുകളുടെ അറേഞ്ച്മെന്റ്സ് ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് അപ്പൊ എന്താണ് കാർബണിന്? അപ്പൊ നമുക്കറിയാം, ഞാനിവിടെ പറഞ്ഞു സിക്ക് കാർബണിന് 6 ആറ്റം ആണുള്ളത്. 6 ആറ്റം കെയും എല്ലും ഷെല്ലും ആയിട്ട് ഷെയർ ചെയ്യും. കെയ്ക്കകത്ത് എത്രയാണ്? 2 ആണ്. എല്ലിനകത്ത് 4 ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ കാർബണിന്റെ 6 ആറ്റംസിനെ ഷെയർ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, പിന്നെ വലിച്ചു വാരിയൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഈ ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ എത്രയുണ്ടോ, അതിനകത്ത് എത്ര പോയിന്റ്സുകളുണ്ടോ അതിനെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ പറയുന്ന ഓരോ പോയിന്റ്സുകളും നല്ല ബൈഹാർട്ടായതിനു ശേഷം നിങ്ങളുടെ NCERT ബുക്സ് കൂടെ വായിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ ക്ലിയർ ആവും. ചാപ്റ്ററിലുള്ളതെല്ലാം വാരി വലിച്ച് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡിഡക്റ്റഡ് പോർഷൻ ഒരുപാടുണ്ട് അതിനകത്ത്. അതുകൊണ്ട് വേണ്ടുന്ന പോർഷൻ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത് പറയുന്നത് ഹൗ കാർബൺ ഒബ്റ്റെയിൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. എങ്ങനെയാണ് കാർബൺ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന്റെ പാതയിലേക്ക് എങ്ങനെയാണ് ചെന്നതെന്ന്, അതെങ്ങനെയാണ് അറ്റൈൻ ചെയ്ത് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇനി എന്താ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന്റെ നമുക്ക് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പഠിക്കാം. ഇനി ആദ്യമേ പറയാൻ പോകുന്നത് കാർബൺ ഈസ് ടെട്രാ വാലന്റ് ഇൻ നേച്ചർ. കാർബൺ എന്താണ്? ടെട്രാ വാലന്റ് ആണ്. അതിന്റെ നേച്ചർ എന്താ? ആദ്യം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന്റെ ആദ്യത്തെ പോയിന്റ് ആണ് കാർബൺ എന്താ? ടെട്രാ വാലന്റ് ആണ്. കാർബൺ ടെട്രാ വാലന്റ് ആണ്. മനസ്സിലായോ? കാർബൺ ഈസ് ടെട്രാ വാലന്റ് ഇൻ നേച്ചർ. കാർബണിന്റെ നേച്ചർ എന്താ? ടെട്രാ വാലന്റ് നേച്ചർ ആണ്. ഇറ്റ് ഡസ് നോട്ട് ഫോം അയണിക് ബോണ്ട് ബിക്കോസ് അതിനെന്താണ് ഇല്ലാത്തത്? അതെന്താണ്? അയണിക് ഫോംസ് ഉണ്ടാക്കില്ല. ഇറ്റ്സ് ഡസ് നോട്ട് ഫോം അയണിക് ബോണ്ട് ബിക്കോസ് എന്തുകൊണ്ടാണ്? പറഞ്ഞു, കാർബൺ ടെട്രാ വാലന്റ് നേച്ചർ ആണ്. അത് ഒരിക്കലും അയണിക് ബോണ്ട് ഫോം ചെയ്യില്ല. ബിക്കോസ് ഇറ്റ് ഹാസ് എ 4 വാലൻസി ഇലക്ട്രോൺ. എന്തുകൊണ്ടാ? 4 വാലൻസി. ഇതിനെന്താ ഉള്ളത്? 4 വാലൻസി ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് കാർബൺ ഒരിക്കലും എന്ത് ഫോം ആവില്ല? അയണിക് ഫോമിലേക്ക് മാറില്ല. അത് കാരണം അതിന്റെ ടെട്രാ വാലന്റ് ആണ് അതിന്റെ നേച്ചർ. ഇപ്പൊ ഇത്രയും മനസ്സിലായോ? ഞാനിപ്പോ ഹൗ കാർബൺ അറ്റൈൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്നുള്ളതിന്റെ ആൻസറിന്റെ ഓരോരോ സ്റ്റെപ്പാണ് പറഞ്ഞു തരുന്നത്. ആദ്യമേ പറഞ്ഞു തന്നു കാർബൺ ഈസ് tetravalent in nature. It does not form a ionic bond because അതിന്റെ റീസൺ എന്താണ്? It has 4 valency electron. പിന്നെന്താ പറയുന്നത്? 4 valency electronലെ half of an octet
for extra electron and would require large amount of to remove for electron. അതിന്റെ കാരണം എന്താ? ഹാഫ് ഓഫ് ആൻ ഒക്ടേറ്റും ആണ്, പിന്നെ ടു ഫോം അയണിക് ബോണ്ട്. അയണിക് ഒക്ടേറ്റ് ആണ്. എന്താ? ഹാഫ് ഓഫ് ആൻ, ഇവിടെ ഞാൻ എഴുതി കാണിക്കാം. വായിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എന്താ പറഞ്ഞത്? ഇറ്റ് ഹാസ് 4 വാലൻസി ഇലക്ട്രോൺ ഉണ്ട്, ഹാഫ് ഓഫ് ആൻ ഒക്ടേറ്റ്. അതിന്റെ പകുതി എന്താണ്? ഒക്ടേറ്റ് ആണ്. ടു ഫോം അയണിക് ബോണ്ട്സ്. അയണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ കാർബൺ മോളിക്യൂൾ മസ്റ്റ് എയ്തർ ഗെയിൻ ഓർ ലോസ് ഫോർ ഇലക്ട്രോൺ. ഇവിടെ അയണിക് ബോണ്ട് ഫോം ചെയ്യാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു, 4 വാലൻസി ഇലക്ട്രോണേ ഉള്ളൂ, ഇതിന് അയണിക് ഫോം പറ്റില്ല. പിന്നെ എന്താ? അതിന്റെ ഹാഫ് എന്താണ്? ഒക്ടേറ്റ് ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കാർബണിന് ഒരു അയണിക് ഫോം, ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? കാർബൺ മോളിക്യൂൾ മസ്റ്റ് എയ്തർ ഗെയിൻ ഓർ ലോസ് ഫോർ ഇലക്ട്രോൺ. കാർബൺ ഗെയിൻ ചെയ്യുകയോ ലോസ് ചെയ്യുകയോ ചെയ്യില്ല അതിൻ്റെ 4 ഇലക്ട്രോണുകളെ. നമുക്കൊരു അയണിക് ബോണ്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്ക് തൊട്ട് പുറമെ പറഞ്ഞു തരാം. അപ്പം ഇവിടെ കാർബൺ ഒരിക്കലും അയണിക് ബോണ്ട് ഫോം ചെയ്യില്ല. അതിന്റെ കാരണം അതിന്റെ 4 ഇലക്ട്രോണിനെ അത് ലോസ് ചെയ്യാനും തയ്യാറല്ല, അതെന്ത് ചെയ്യത്തില്ല? ഗെയിൻ ചെയ്യാനും തയ്യാറല്ല. ഇറ്റ് ഈസ് ബിക്കോസ് അതുകൊണ്ട് കാരണം എന്താ? ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഹോൾഡ് 4 എക്സ്ട്രാ ഇലക്ട്രോൺ ആൻഡ് വുഡ് റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ടു റിമൂവ് 4 ഇലക്ട്രോൺ. അപ്പൊ എന്താ? ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ലൂസ് ചെയ്താലും സംടൈംസ് അതിനെന്ത് ചെയ്യാം? അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് കാരണം പറ്റില്ല? അതിന്റെ 4 ഇലക്ട്രോൺ അതിനെ ലൂസ് ചെയ്യേണ്ട വരുമ്പം ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് അതിന് ലോസ് ആയി പോകുന്നത്. അതുകൊണ്ട് എന്താ റീസൺ? എന്താ? ലോസ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. എന്താണ് റീസൺ? ലാർജ് എമൗണ്ട് ഓഫ് എനർജി ലോസ് ചെയ്യേണ്ടത് കാരണം എന്ത് ചെയ്യില്ല? അത് എനർജി ടു റിമൂവ് 4 ഇലക്ട്രോൺ. 4 ഇലക്ട്രോണിന് വേണ്ടി ഇത്രയും എനർജി ലോസ് ആക്കാൻ അത് താല്പര്യപ്പെടത്തില്ല. അതുകൊണ്ട് കാർബൺ ക്യാൻ ബോണ്ട് ബൈ ഷെയറിംഗ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രോൺ വിത്ത് ദ ഇലക്ട്രോൺസ് ഓഫ് അതർ കാർബൺ ആറ്റം. അതുകൊണ്ട് തൊട്ടടുത്ത കാർബൺ ആറ്റവുമായിട്ടല്ല ഷെയർ ചെയ്ത് അതൊരു ബാലൻസിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ കേട്ടോ, വിത്ത് അതർ എലമെന്റ് ആൻഡ് അറ്റൈൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അതുകൊണ്ട് വേറൊരു കാർബൺ ആറ്റവുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യും? പുതിയ ഒരു ഫോമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ലോസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനോ കാർബൺ ആറ്റം ശ്രമിക്കില്ല. ഇങ്ങനെയുള്ള ഈ ടെൻഡൻസിയെയാണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഇതിനെ ഈ എലമെന്റിന്റെ ഈ സവിശേഷതയാണ് നമ്മൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന്റെ ആൻസർ തുടങ്ങുന്നത് കാർബൺ ഈസ് ടെട്രാവാലന്റ് ഇൻ നേച്ചർ മുതൽ ഇവിടെ ഇതിന് എന്താ 4 ഇലക്ട്രോൺ ആൻഡ് വുഡ് റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ടു റിമൂവ് 4 ഇലക്ട്രോൺ. 4 ഇലക്ട്രോണിൽ ലോസ് ചെയ്യാൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി വേണം, ഗെയിൻ ചെയ്യാനുള്ള പവറും അതിനില്ല. അതുകൊണ്ടാണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ സ്റ്റേറ്റിൽ അതങ്ങനെ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാർബണിന്റെ മറ്റൊരു സവിശേഷതയാണ്. The atom of other element like hydrogen, oxygen, nitrogen and chlorine also form bond by sharing of electron. അപ്പം ചില വേറെ ഏത് ആറ്റം ഓഫ് അതർ എലമെന്റ് ലൈക്ക് മറ്റുള്ള എലമെന്റുകളായ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ ആൾസോ ഫോം ബോണ്ട്സ് ബൈ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ. ബോണ്ടുകൾ ഷെയർ ചെയ്ത് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് ന്യൂ ബോണ്ട് ഉണ്ടാക്കുമ്പോഴും കാർബൺ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അത് ഗെയിൻ ചെയ്യോ ലോസോ ചെയ്തിട്ട് പുതിയൊരു ഭാവത്തിലേക്ക് അത് മാറില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ദ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ സെയിം ഓർ ഡിഫറെന്റ് ആറ്റം ഈസ് കോവലന്റ് ബോണ്ട്. എന്താണ് ഈ കോവലന്റ് ബോണ്ട്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോവലന്റ് ബോണ്ട് എന്താ? കോവലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ദ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ സെയിം ഓർ ഡിഫറെന്റ് ആറ്റം. സെയിമോ ഡിഫറെന്റ് ആറ്റമോ വെച്ച് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ടൊരു ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്? കോവലന്റ് ബോണ്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക്
ഡീറ്റെയിൽഡ് ആയിട്ട് കോവലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ എ കോവലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ആറ്റം. ആറ്റങ്ങളുടെ ഇടയിൽ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നത് പ്രക്രിയയാണ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. മനസ്സിലായോ? ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ട് ആറ്റങ്ങളുടെ ഇൻ ബിറ്റ്വീനിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ടാണ് കോവലന്റ് ബോണ്ട് ആരുണ്ടാക്കുന്നത്? ആറ്റംസുകൾ ഉണ്ടാക്കുന്നത്. ഇതിനെ കോവലന്റ് ബോണ്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ബീയിങ് ടു ബി എ വാലൻസ് ഷെൽ ഓഫ് ബോത്ത് ദ ആറ്റം. വാലൻസ് ഷെല്ലിലാണ് എന്ത്? ആറ്റത്തിന്റെ ബോത്ത് ഷെല്ലിലുമാണ് എന്ത്? കോവലന്റ് ബോണ്ടിന്റെ ആ പ്രക്രിയ നടക്കുന്നത്. ലാസ്റ്റ് ഷെല്ലുകളായ KLM എന്ന് പറയുന്ന ഷെല്ലുകളിൽ. ഇനി നമ്മൾ കണ്ടീഷൻ ഫോർ ഫോർമേഷൻ ഓഫ് എ കോവലന്റ് ബോണ്ട്. അപ്പോൾ കോവലന്റ് ബോണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ് ഇൻ ബിറ്റ്വീൻ ആറ്റത്തിന്റെ ഇടയിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ നടന്ന് ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് കോവലന്റ് ബോണ്ട് എന്ന്. ഇനി നമ്മൾ പറയും കണ്ടീഷൻ ഫോർമേഷൻ ഓഫ് എ കോവലന്റ് ബോണ്ട്. ഏതൊക്കെയാണ് കോവലന്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ്? ഏതൊക്കെ ടൈപ്പ് കണ്ടീഷൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ടു ഫോം കോവലന്റ് CB എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. കോവലന്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ കണ്ടീഷൻ, ദ കമ്പൈനിങ് ആറ്റം ഷുഡ് ഹാവ് 4 to 7 ഇലക്ട്രോൺ ഇൻ ദെയർ വാലൻസി ഷെൽ. 4 മുതൽ 7 വരെയുള്ള ഇലക്ട്രോൺ എവിടെ വേണം? വാലൻസി ഷെല്ലിനകത്ത് വേണം. 4 മുതൽ 7 വരെയുള്ള ആറ്റം വാലൻസി ഷെല്ലിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പൈനിങ് ആറ്റം ഷുഡ് ഹാവ് 4 to 7 ഇലക്ട്രോൺ ഇൻ ദെയർ വാലൻസി ഷെല്ലിനകത്ത് 4 മുതൽ 7 വരെയുള്ള ആറ്റം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? കോവലന്റ് ബോണ്ടിന്റെ ഫോർമേഷന്റെ ഒന്നാമത്തെ കാര്യം ഇതാണ്. കോവലന്റ് ബോണ്ട് വേണമെങ്കിൽ 4 to 7 വാലൻസി ആറ്റം വേണം. ദ കമ്പൈനിങ് ആറ്റം ഷുഡ് നോട്ട് ലോസ് ഇലക്ട്രോൺ ഈസിലി. അപ്പൊ എന്താ? ഈ കമ്പൈനിങ് ആറ്റം എന്ത് ചെയ്യത്തില്ല? ഷുഡ് നോട്ട് ലോസ് ഇലക്ട്രോൺ. ഈസിലി. ഷുഡ് നോട്ട് ലോസ് ഇലക്ട്രോൺ ഈസിലി എന്നാണ് പറഞ്ഞത്. ലോസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ല. ബുദ്ധിമുട്ടാണ് അത്. അതിന്റെ എന്താ? ഇലക്ട്രോണിലെ ലോസ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ആദ്യമേ നമ്മൾ പറഞ്ഞു ലോസ് ചെയ്യിപ്പിക്കാനുള്ള പാടിന്റെ കാരണം ഇറ്റ്സ് ലോസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജിയാണ് അതിന് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് ലോസ് ചെയ്യാൻ ഇഷ്ടപ്പെടത്തില്ല. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് കമ്പൈനിങ് ആറ്റം ഷുഡ് നോട്ട് ഗെയിൻ ഇലക്ട്രോൺ റെഡിലി. എന്താ? ഷുഡ് നോട്ട് ഗെയിൻ ഇലക്ട്രോൺ റെഡിലി. എന്താ? അപ്പൊ ഇതെന്താ? ഷുഡ് നോട്ട് ലോസ് ഇലക്ട്രോണിലെ ലോസ് ചെയ്യാനും ഇഷ്ടപ്പെടത്തില്ല. ഷുഡ് നോട്ട് ഗെയിൻ ഇലക്ട്രോൺ ഈസിലി ആയിട്ട് അതിനെ അത് ഗെയിൻ ചെയ്യാൻ റെഡി അല്ല. അപ്പം ഈ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കോവലന്റ് ബോണ്ട് ഫോം 4 to 7 വാലൻസി ഷെല്ലിനകത്ത് വേണം. അത് ലോസ് ചെയ്യാൻ ഇലക്ട്രോണിനെ ലോസ് ചെയ്യാൻ അത് താല്പര്യം ഉണ്ടാവത്തില്ല. ഗെയിൻ ചെയ്യാൻ റെഡി ആയിരിക്കത്തില്ല. ഇനി നമ്മൾ പറയുന്ന നാലാമത്തേന്ന് പറയുന്നത് ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് 2 ബോണ്ട് ആറ്റം ഷുഡ് ബി ലോ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ബോണ്ടിങ് എന്താണ്? ലോ ആണ്. ഇറ്റ് ഈസ് ലോ. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എ 2 ബോണ്ട്. 2 ബോണ്ടുകൾ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? കോവലൻസ് ബോണ്ടിനകത്ത് ലോയാണ്. അപ്പൊ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇലക്ട്രോനെഗറ്റിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെ മക്കളെ? ഇത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ എന്ന് എനിക്ക് ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെ ഒരു എക്സ് പോലെ ഇട്ടേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇങ്ങനെ എക്സ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ചിഹ്നം വെച്ച്, ഈ സിമ്പൽ വെച്ച്. ഇതിനെ കൈ എന്നാണ് പറയുന്നത്. കൈയുടെ എസ് മാറ്റിയിട്ട് ഉച്ചരിക്കുന്നത് എങ്ങനെയോ അങ്ങനെയാണ് ഈ വാക്കിനെ ഉച്ചരിക്കുന്നത്. കൈ. ഇതിന്റെ എന്താണ്? ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടക്കുന്ന സമയത്ത് ഷെല്ലുകളിനകത്തല്ല ഈ എക്സ് ഇട്ട് കാണാം. അപ്പൊ നിങ്ങൾ ഇത് വിചാരിക്കും എക്സ് ഇതെന്താണ് എക്സ് എന്ന്. ദിസ് ഇസ് നോട്ട് ആൻ എക്സ്. ഇത് എക്സ് അല്ല, ഇത് കൈ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ സിമ്പിളാണിത്. എത്ര ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നു, അപ്പൊ ആ ഷെയർഡ് നടക്കുന്ന സമയത്ത് ഇതിനെ നമ്മൾ പറയുന്ന പേര് കൈ എന്നാണ് കേട്ടോ. എന്താ? കൈ.
ഇനി നമ്മൾ അപ്പോൾ എന്താ പഠിച്ചത് കണ്ടീഷൻ ഫോർ ഫോർമേഷൻ ഓഫ് എ കോവലന്റ് ബോണ്ട് 1 2 3 4 നമ്മൾ പഠിച്ചു ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ 4 എണ്ണം പഠിച്ചു. കണ്ടീഷൻ ടു ഫോം കോവലന്റ് ബോണ്ട്. ഇനി നമുക്ക് പ്രോപ്പർട്ടി ഓഫ് എ കോവലന്റ് കമ്പോണന്റ് പ്രോപ്പർട്ടി പഠിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് എ കോവലന്റ് ബോണ്ട്. കോവലന്റ് ബോണ്ട് അല്ല, കോവലന്റ് കോമ്പൗണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് എ കോവലന്റ് കോമ്പൗണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്? അത് നമ്മൾ അപ്പോൾ ഈ ഇങ്ങനെയുള്ളതിനൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവാം, ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ടാവാം, അതിന്റെ എന്താ സോലിബിലിറ്റിയെ പറയാം, മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് പറയാം, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പറയാം. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ളതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് പോവാം. ഫിസിക്കൽ സ്റ്റേറ്റിൽ എന്താ മക്കളെ ഉള്ളത്? ദേ ആർ ജനറലി ലിക്വിഡ് ഓർ ഗ്യാസ്. ലിക്വിഡിലോ ഗ്യാസിലോ ആണ് ജനറലി ഇവർ കാണുന്നത്. അപ്പം കോവലന്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എലമെന്റുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്? ലിക്വിഡോ ഗ്യാസോ ആയിരിക്കാം. സം കോവലന്റ് കോമ്പൗണ്ട് മേ എക്സിസ്റ്റ് ആസ് എ സോളിഡ്. ചിലത് സം മാത്രമാണ് സോളിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പറയാൻ പോകുന്നത്, അപ്പൊ ആദ്യത്തെ പറഞ്ഞു ഫിസിക്കൽ സ്റ്റേറ്റിൽ ജനറലി ലിക്വിഡിലോ ഗ്യാസിലോ ആയിരിക്കാം. സം കോവലന്റ് കോമ്പൗണ്ട് മേ എക്സിസ്റ്റ് ആസ് സോളിഡ്. അപ്പൊ ആദ്യത്തെ പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ സോലിബിലിറ്റിയുടെ കാര്യമാണ്. സോലിബിലിറ്റി എന്ന് പറയുന്നത് ദേ ആർ ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഇൻസോലുബിൾ ആണ് കേട്ടോ. ഇൻസോലുബിൾ ഇൻ എവിടെ? ദ വാട്ടർ. വാട്ടറിനകത്ത് ഇൻസോലുബിൾ ആണ്. അതിന്റെ സോലിബിലിറ്റി കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻ വാട്ടർ ആൻഡ് അതർ പോളാർ കോവലന്റ്. പോളാർ കോവലന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ വാട്ടർ കൺസിസ്റ്റിംഗ് ആട്ടോ. വാട്ടറിനെ ഉള്ളതാണ് പോളാർ കോവലന്റ് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. പോളാർ കോവലന്റ് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ എക്സാമ്പിൾ വാട്ടർ ആണ്. അതല്ലെങ്കിൽ മിഥനോൾ എന്ന് പറയും. പോളാർ കോവലന്റ് വേറൊരു എക്സാമ്പിൾ ആണ് മെഥനോൾ. METHANOL കേട്ടോ. മെഥനോൾ ബട്ട് സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ് സച്ച് ആസ് എ ബെൻസൈൻ, ടുലൈൻ. അപ്പൊ പിന്നെന്താ സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സോലുബിൾ ഇൻ വാട്ടർ ആണിത്. പിന്നെന്തോ നമ്മൾ പറഞ്ഞ പോളാർ സോൾവെന്റ് ആയിട്ടുള്ള മെത്തനോൾ സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ് സച്ചാസ്. ചിലതിനകത്ത് ഓർഗാനിക് സോൾവെന്റ് ആയ എന്താ ബെൻസൈൻ, ടുലൈൻ എന്നുള്ളതിനകത്തൊക്കെ എന്താണ് സോലുബിൾ ആണ്. ഏതിനകത്താണ് സോലുബിലിറ്റി? ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്. പിന്നെ ഏതാ? ബെൻസൈൻ. ഞാനിവിടെ എഴുതി കാണിക്കാം. ബെൻസൈൻ, ടൊലൂൻ, ഇതിനകത്തൊക്കെ എന്താ സോലുബിൾ ആണ്. മനസ്സിലായോ? ഇൻസോളുബിൾ ഇൻ വാട്ടർ ആണ്. ഇൻസോളുബിൾ ഇൻ വാട്ടർ എന്ന് പറയുന്ന അതിന്റെ ഒരു പോളാർ സോൾവെന്റ് എന്ന് പറയുന്ന വാട്ടർ കണ്ടന്റ് ഉള്ളതാണ് കേട്ടോ. പോളാർ സോൾവെന്റ്. അപ്പൊ വാട്ടറും മെഥനോൾ ഇതിന്റെ കൂട്ടത്തിൽ METHANOL. മെഥനോൾ എന്താ? പോളാർ സോൾവെന്റ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ ഇൻസോലുബിൾ ആണ്. ബെൻസൈനും ടുലൈന്റെയും കൂടെ സോലുബിൾ ആണ്. ഇപ്പൊ ഇത്രയും 1 2 പറഞ്ഞു. ഞാൻ പേജ് മറിക്കട്ടെ, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് അതിന്റെ അടുത്ത പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്താണ്? മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്താ? ദേ ജനറലി ഹാവ് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇതിനെന്താ? ലോ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ആണ്. ഏതിനുള്ളത്? കോവലന്റ് കമ്പോണന്റിന്റെ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് എപ്പോഴും എന്തായിരിക്കും? ലോ ആയിരിക്കും. ഇതിന് ലോ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ആണ് കേട്ടോ. അടുത്തത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ദേ ഡു നോട്ട് കണ്ടക്ട് ഈസ് മോർ ആപ്റ്റ് ടു വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ട്. മോർ ആപ്റ്റ് ടു വേർഡ് ഇലക്ട്രിക്കൽ കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് നോട്ട് എ കണ്ടക്ടർ. ഇതൊരു ഗുഡ് കണ്ടക്ടർ അല്ല എന്നാണ് പറയുന്നത്. ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടർ അല്ല. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? ദേ ഡു നോട്ട് കണ്ടക്ട് ഈസ് മോർ ആപ്റ്റ് ടു വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറയാം കേട്ടോ. ഇലക്ട്രിക്കൽ കറണ്ട് അധികം കണ്ടക്ട് ചെയ്യുന്നതല്ല. ഡു നോട്ട് കണ്ടക്ട് കേട്ടോ. ഡു നോട്ട് കണ്ടക്ട് കേട്ടോ. അപ്പം ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഞാനിവിടെ ഇത് 3 ഇത് 4 പോയിന്റ് ആദ്യമേ കണ്ടീഷൻ ആദ്യമേ കോവലന്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ പറഞ്ഞു തന്നു.
കോവലന്റ് ബോണ്ട് പറഞ്ഞു തന്നു, കണ്ടീഷൻ ഫോർ ഫോർമേഷൻ ഓഫ് എ കോവലന്റ് ബോണ്ട് പറഞ്ഞു തന്നു, പ്രോപ്പർട്ടീസ് ഓഫ് എ കോവലന്റ് ബോണ്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയും കഴിഞ്ഞല്ലോ. അപ്പം ഇനി നമുക്ക് സ്റ്റെപ്പ് ഫോർ റൈറ്റിംഗ് ദ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഓഫ് എ കോവലന്റ് ബോണ്ട്. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഓഫ് എ കോവലന്റ് ബോണ്ടിനെ പറ്റി നമുക്ക് പഠിക്കാം. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓൾ ദ ആറ്റം പ്രസന്റ് ഇൻ ദ മോളിക്യൂൾസ്. എന്താണ് ആദ്യമേ ചെയ്യേണ്ടത്? നമുക്ക് ഒരു ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിനകത്ത് കോവലന്റ് ബോണ്ട് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിനകത്ത് വരയ്ക്കണം. ഞാൻ ഇവിടെ എഴുതാം നിങ്ങൾക്ക്. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്താണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിനകത്ത്? ഇത് നിങ്ങൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നിങ്ങളുടെ ഇതിനകത്ത് ഇപ്പോൾ എക്സാം എഴുതിയപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ട വന്നത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് ഫസ്റ്റ് ടൈം വിചാരിച്ചതുപോലെ ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഴുതി പഠിപ്പ് ഞാൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇത് മിസ്സാക്കി കളയരുത്. അപ്പോൾ നമുക്ക് എന്താ ഇനി അടുത്ത് പറയാൻ പോകുന്നത്, റൈറ്റിംഗ് ദ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഓഫ് എ കോവലന്റ് ബോണ്ട്. എങ്ങനെയാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് അത് നമുക്ക് പറയാം. ആദ്യം എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓൾ ദ ആറ്റം പ്രസന്റ് ഇൻ ദ മോളിക്യൂൾസ്. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് ആദ്യമേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെക്കണം. എന്ത്? ഓഫ് ഓൾ ദ ആറ്റം പ്രസന്റ് ഇൻ ദ മോളിക്യൂൾസ്. മോളിക്യൂൾസിനകത്ത് പ്രസന്റ് ഉള്ള എല്ലാ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യമേ ആറ്റത്തിനകത്തുള്ള എന്താ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓൾ ദ ആറ്റം പ്രസന്റ് ഇൻ ദ മോളിക്യൂൾസ്. അപ്പോൾ മോളിക്യൂൾസിനകത്തുള്ള ആറ്റത്തിന്റെ എല്ലാ ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ആദ്യമേ എഴുതണം. ഇനി രണ്ടാമത്തത് എന്താ? ഐഡന്റിഫൈ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ നീഡഡ് ബൈ ഈച്ച് ആറ്റം ടു അറ്റൈൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഇനി രണ്ടാമത്തെയാണ് ഇമ്പോർട്ടന്റ്. ഹൗ മെനി ഇലക്ട്രോൺ ആർ നീഡഡ് ബൈ ഈച്ച് ആറ്റം. ഓരോ ആറ്റത്തിനും എത്ര ഇലക്ട്രോൺ വേണം? എന്തിനു വേണ്ടി? ഇലക്ട്രോൺ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന്റെ സ്റ്റേറ്റിൽ എത്താൻ വേണ്ടി, സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി എത്ര ഇലക്ട്രോൺ വേണമെന്നുള്ളതിന്റെ എന്ത് വേണം? ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ഹൗ മെനി ഇലക്ട്രോൺ നീഡഡ്. ഹൗ മെനി ഇലക്ട്രോൺ നീഡഡ്. ഓക്കെ. അപ്പൊ ആദ്യമേ പറഞ്ഞു മോളിക്യൂൾസിനകത്തുള്ള എത്ര എന്ത് വേണമെന്ന്, എത്ര ആറ്റം മോളിക്യൂൾസിനകത്ത് പ്രസന്റ് ആയിട്ടുണ്ടെന്ന് ആദ്യമേ നോക്കണം. പിന്നെ നോക്കണ്ടേ എന്താ? ഹൗ മെനി ഇലക്ട്രോൺസ് ആർ നീഡഡ് ബൈ ഈച്ച് ആറ്റം ടു ഒബ്റ്റെയിൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഇനി മൂന്നാമതായിട്ട് വേണ്ടത് ഷെയർ ദ ഇലക്ട്രോൺ ബിറ്റ്വീൻ ആറ്റം. മൂന്നാമത്തത് വേണ്ടത് ഷെയർ ദ ഇലക്ട്രോൺ ബിറ്റ്വീൻ ആറ്റം. ഇലക്ട്രോണിന്റെ ഷെയറിങ്, ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോണിന്റെ ഷെയറിങ്, ദാറ്റ് ഓൾ ദ ആറ്റം ഇൻ എ മോളിക്യൂൾ ഹാവ് എ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഓരോ ആറ്റത്തിനും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള ഷെയറിങ് ഓഫ് ആറ്റം കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കാര്യമാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിലൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതാണെന്നാണ് ആദ്യമേ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓൾ ദ ആറ്റം പ്രസന്റ് ഇൻ ദ മോളിക്യൂൾ. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓൾ ദ ആറ്റം പ്രസന്റ് ഇൻ ദ മോളിക്യൂൾസ്. രണ്ടാമത്തത് ഐഡന്റിഫൈ ഹൗ മെനി ഇലക്ട്രോൺ ആർ നീഡഡ് ബൈ ഈച്ച് ആറ്റം ബൈ ഒബ്റ്റെയിൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഷെയർ ദ ഇലക്ട്രോൺ ബിറ്റ്വീൻ ആറ്റം ഇൻ സച്ച് എ വേ ദാറ്റ് ഓൾ ദ ആറ്റം ഇൻ എ മോളിക്യൂൾ ഹാവ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഇത്രയും പറഞ്ഞു തന്നു. ഇനി നാലാമത്തെ എന്ന് വെച്ചാൽ കീപ് ഇൻ മൈൻഡ് ദാറ്റ് ദ ഷെയർഡ് ഇലക്ട്രോൺ ആർ കൗണ്ടഡ് ഇൻ ദ വാലൻസി ഷെൽ ഓഫ് both the atom sharing it. രണ്ട് ആറ്റം ഷെയർ ഇട്ടിട്ടുള്ള ഇലക്ട്രോണുകളുടെ കൗണ്ടിങ് നമ്മുടെ വാലൻസി ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ കൗണ്ടിങ് കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നാലാമത്തെ എന്താ? ഷെയർഡ് ഇലക്ട്രോണിന്റെ കൗണ്ടിങ് ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ. അപ്പൊ ഇത്രയും വേണം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ H2 എന്നുള്ള ഇതിനെ തന്നെ നമുക്ക് എടുക്കാം, എലമെന്റിനെ എടുക്കാം. അപ്പൊ എന്താ? Hന്റെ രണ്ട് ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പൊ ഇതിനകത്ത് എത്രയുണ്ട്? ഓരോന്ന്
ഇങ്ങനെ ഓരോന്നുണ്ട്. അപ്പം H2ന്റെ H ഒരെണ്ണം H. അപ്പോൾ ഇത് Hന്റെ രണ്ട്, H2ന്റെ H1 H1. അപ്പോൾ ഇതുകൂടെ ചേരുമ്പോഴാണ് ഹൈഡ്രജൻ ആറ്റം. ഇതാണ് ഹൈഡ്രജൻ ആറ്റം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഇതിനെയാണ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഷെയർ ചെയ്യിപ്പിക്കാം. ഹൈഡ്രജൻ മോളിക്യൂൾസിനെ ഓൺ ഷെയർഡ് പെയർ ഇലക്ട്രോൺ വെച്ച് നമുക്ക് സിംഗിൾ ബോണ്ട് വെച്ച് ഷെയർ ചെയ്യാം. അപ്പൊ എപ്പോഴും നമ്മൾ ആലോചിക്കണം ഇതിനെ സിംഗിൾ ബോണ്ട്. അപ്പൊ ഇതാണ്ട് ഞാൻ കാണിക്കാം. ഒരെണ്ണം വരച്ചു, ഇത്. ഇനി നമ്മൾ ഇതിനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരെണ്ണം കൂടെ വരയ്ക്കണം. ഇത് കണ്ടോ സെക്കൻഡ് വൺ, ഇത് കണ്ടോ സെക്കൻഡ് വൺ. അപ്പം ഞാനിവിടെ അപ്പം നമ്മുടെ ഹൈഡ്രജൻ ഇവിടെ ഇത് ഹൈഡ്രജന്റെ ഒരാറ്റമാണ്, ഇത് ഹൈഡ്രജൻ. ഇത് ഓവർലാപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഖൈ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെ ഖൈ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നു. അപ്പൊ ഇതിനെ നമ്മൾ എവിടാ ചെയ്യേണ്ടത്? ഇവിടേക്ക് ചെയ്തു വെക്കണം. ഇതിന്റെ പേരാണ് കുഞ്ഞുങ്ങളെ ഖൈ, മറന്നു പോലെ കേട്ടോ. അപ്പം ഇത് ഓൺ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഇതെന്താണ്? വൺ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇതിന്റെ ആറ്റമിക് കോൺഫിഗറേഷൻ വന്ന് കണ്ടോ, സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ. ഇതെന്താണ്? സിംഗിൾ ബോണ്ട് ആണ്, മറന്നു പോകരുത്, സിംഗിൾ ബോണ്ട്. മനസ്സിലായോ? അപ്പം ഇനി നമുക്കൊരു ഓക്സിജൻ, ഞാൻ ഒരെണ്ണം കൂടെ എക്സാമ്പിൾ അപ്പുറത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഓക്സിജൻ ആറ്റത്തിന്റെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഇത്രയും കണ്ടല്ലോ. ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാരിറ്റി കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇതിനെ കാണാൻ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിളൂടെ ജസ്റ്റ് നോക്കാം. ബാക്കി നിങ്ങളുടെ NCERT ബുക്സിനകത്തോ നിങ്ങളുടെ റെഫറൻസ് ബുക്കിനകത്തോ നോക്കി നിങ്ങൾ കുറേ കൂടെ ഒക്കെ പഠിക്കണം. അപ്പം ഒന്ന് പറയാം. ഇനി രണ്ടാമത്തത് O2. O2നെ എന്താ നമ്മൾ ഡബിൾ ബോണ്ട്, ഓക്സിജൻ ആറ്റത്തിന് ഡബിൾ ബോണ്ട് വെച്ചാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാണ്ട് ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ വരച്ചു, O. അപ്പം മനസ്സിലായോ? O2 വരണമെങ്കിൽ അതിന്റെ ഈ ഷെയറിങ് വരണമെങ്കിൽ ഇവിടെ എത്ര വാലൻസി വേണം? ഇതിനകത്ത് ലാസ്റ്റിനകത്ത് 6 1 2 3 4 5 6 6 വേണം കേട്ടോ. അപ്പം ഇവിടെ എന്ത് വേണം? 1 2 3 4 5 6. അപ്പൊ 6 എണ്ണം വന്നേ. ഓക്സിജൻ ആറ്റം, ഓക്സിജൻ ആറ്റം വന്നു. ഇതും ഒരു ഓക്സിജൻ, O2ന്റെ 1 1. അപ്പൊ നമുക്ക് അറിയാം ഡബിൾ ബോണ്ട് വെച്ച് ഷെയർ ചെയ്യണം. നമുക്ക് ഇവിടെ എന്ത് വേണം? 6. ഇത് 8ൽ എത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് രണ്ടെണ്ണത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. അപ്പൊ 2 ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ വരുമ്പോൾ എന്ത്? ഡബിൾ ബോണ്ട് വരും. 2 ഷെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ വരയ്ക്കാൻ പറ്റൂ? ഇവിടെ ഒരു ഓക്സിജൻ ആറ്റം ഞാൻ വരച്ചു. ഇച്ചിരി വലുതായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇവിടെ ഒരു ഓക്സിജൻ ആറ്റം വരച്ചു. അപ്പൊ ഇതിനകത്ത് O ഒന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ? ഇവിടെ രണ്ടെണ്ണത്തിനെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ 1 2 1 2. അപ്പൊ ടോട്ടൽ 4 ആയ രണ്ടെണ്ണത്തിനെ നമുക്ക് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ഇവിടെ ഷെയർ ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ 1 2 1 2. അപ്പോൾ 4 ആയി. നമുക്കിതിനെ ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിനകത്ത് നിന്ന് രണ്ടെണ്ണം ഇങ്ങോട്ട് ഷെയർ ചെയ്ത് ഇതിനകത്ത് 2. അപ്പോൾ ഇത് രണ്ടും കൂടെ ഷെയർ ചെയ്ത് നിൽക്കുമ്പം ഇതെന്താണ്? ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് എത്തിയപ്പോൾ നിങ്ങൾ ഇവിടെ കാൽക്കുലേറ്റ് നോക്കിയേ. ഈ ഒരു റൗണ്ടിനകത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഇവിടെ വെച്ച് ഇത് വിട്ടേരും. അപ്പോൾ നോക്കിയേ 1 2 3 4 5 6 7 8. അപ്പോൾ ഇത് കണ്ടോ കറക്റ്റ് പെർഫെക്ഷനിലെത്തി. 8 ഇതിനെ കൊടുത്തതും ഇല്ല, ലൂസാക്കിയതും ഇല്ല, ഗെയിൻ ചെയ്തതുമില്ല. അവർ രണ്ട് ചേർന്ന് നിന്നപ്പോഴാണ് ഇതെന്ത് ചെയ്തത്? വാലൻസി കറക്റ്റ് ആയത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു കാർബൺ ആറ്റം അല്ലെങ്കിൽ ചില ആറ്റങ്ങൾ ലൂസ് ആക്കുകയോ ഗെയിൻ ആക്കുകയോ ചെയ്യില്ല. അതിൻ്റെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി വേസ്റ്റ് ആയി പോകുന്നത് കാരണം അതിന് പറ്റത്തില്ല. ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി അതിന് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ ചേർന്ന് നിൽക്കുമ്പം ഇയാളുടെ രണ്ടെണ്ണം ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവിടെ ടോട്ടൽ 6 ഉണ്ട്. ഇയാളുടെ രണ്ടെണ്ണം എന്താ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവർക്ക് 6 ആയി. ഇയാൾ അങ്ങോട്ട് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? എന്നിട്ട് ഇവർ രണ്ടുകൂടെ ചേർന്ന് നിന്നപ്പോൾ രണ്ടുപേർക്കും 8 ഷെയ്ഡായിട്ട് എന്ത് ചെയ്തു? എന്തായി മക്കളെ? കോവലന്റ് ബോണ്ട് ഫോം ചെയ്തു. വാലൻസി കറക്റ്റായി. അങ്ങനെ ഇവർ സ്റ്റേബിൾ ആയിട്ട് എന്ത്? ഡബിൾ ബോണ്ടിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുന്നു. ഇനി നമുക്ക് ഹൈഡ്രോ കാർബണിനെ പറ്റി പഠിക്കാം. എന്താണ് ഹൈഡ്രോ കാർബൺ? അപ്പോൾ ഇത്രയും മനസ്സിലായി. ഇത് കൂടുതൽ നിങ്ങൾ വേറെ ബുക്കിനകത്ത് നോക്കി റെഫർ ചെയ്യണം കേട്ടോ. അപ്പം ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട് മെയ്ഡപ്പ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ പ്ലസ് എന്താണ്? കാർബൺ ആണ്. ഹൈഡ്രജനും കാർബണും കൂടെ കോമ്പൗണ്ട്സ് ആർ മെയ്ഡപ്പ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ആർ കാൾഡ് ഹൈഡ്രോ കാർബൺ. അപ്പം ഞാൻ ഇത് എല്ലാം എഴുതണ്ടല്ലോ, എല്ലാം ഷോർട്ട് ഫോമിലാണ് എഴുതുന്നത്. ഹൈഡ്രജനും കാർബണും കൂടിച്ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട്സുകളെയാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബൺസിനകത്ത് ഹൈഡ്രോ കാർബൺ 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. അപ്പം എഴുതുന്നത് വായിക്കാൻ പെട്ടെന്ന് പാടാണെങ്കിലും കേട്ടിരിക്കൂ. അപ്പം എന്താണ് ഹൈഡ്രോ കാർബൺ?
എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. കോമ്പൗണ്ട്സ് മെയ്ഡപ്പ് ഓഫ് hydrogen and carbon are called hydrocarbon. Hydrocarbons are two types, saturated and unsaturated ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റം എന്താണ്. അപ്പം ഞാൻ ആദ്യമേ ഇനി പറഞ്ഞു തരാം, അത് അത്രയും പറഞ്ഞു. ഇനി സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റം എങ്ങനെയാണ് ഈ സിംഗിൾ ബോണ്ട് കാർബൺ ആറ്റത്തിന് എഴുതുന്നത്? ഇങ്ങനെ കേട്ടോ. കാർബൺ ഇതാണ് നോക്കുന്നത്. കാർബൺ ആറ്റത്തിന്റെ സിംഗിൾ ബോണ്ട് അപ്പം എന്താ ചെയ്യുന്നത്? അത് ലോസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആൽക്കേനായി അതിനെ നമ്മൾ എന്താ പറയുന്നത്? ആൽക്കേൻ. ANE ഫോം വരും. ALKANES ആൽക്കെയിൻസ് ആണ് കേട്ടോ. ഇത് സിംഗിൾ ഫോം ചെയ്യുന്നത് ആൽക്കേനും. പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് വരുവാണെങ്കിൽ എന്താ? ഇനി ഇത് എപ്പോഴും പഠിച്ചു വെച്ചേക്കണം. സിംഗിൾ ബോണ്ട് ഓഫ് കാർബൺ ആണ് എന്ത്? ആൽക്കെയിൻ, KANES. ഇനി ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഞാൻ പറയാം. സിയുടെ ഡബിൾ ബോണ്ട് കണ്ടോ. ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ അതിനെ ആൽക്കീൻ എന്ന് പറയും. ALKENES കണ്ടോ. ആൽക്കെയിൻ, ആൽക്കീൻസ്. ഇനി നമുക്ക് എന്താ? ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാം. ഇത് കണ്ടോ. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞ ട്രിപ്പിൾ ബോണ്ട് ഇതില്ല, സോറി, ട്രിപ്പിൾ ബോണ്ട് ഇതും ഇല്ല, ഓരോന്നേ ഉള്ളൂ. ഓക്കെ. ഇതിനകത്ത് ഡബിൾ ബോണ്ട് അല്ലേ, ഇതില്ല. ഇങ്ങനെയാണ്. അപ്പം ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ എന്താ? ആൽക്കൈൻ, ALKYNES കേട്ടോ. അപ്പം ആദ്യത്തെ സിംഗിൾ ബോണ്ട് ഉണ്ടാക്കി വരുമ്പം ആൽക്കെയിൻ, ഡബിൾ ബോണ്ട് എല്ലായിടത്തും ഡബിൾ ബോണ്ട് ഉണ്ടാക്കി വരുമ്പം ആൽക്കീൻസ്, ട്രിപ്പിൾ ബോണ്ട് ആയിട്ട് വരുമ്പം ആൽക്കൈൻസ്. അത് അറിയാമല്ലോ. ഈ വാലൻസിക്കകത്ത് 3 ഷെയർ ചെയ്യും. ഡബിൾ ബോണ്ട് ആകുമ്പോൾ 2 ഷെയർ ചെയ്യും. 1 ആകുമ്പോൾ എന്താ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഹൈഡ്രജന്റെ H2ന്റെ 1 ഈച്ച് ആയിട്ട് ഷെയർ ചെയ്യും. അപ്പൊ അത്ര മനസ്സിലായല്ലോ. ഇനി നമ്മൾ പേജ് മറിക്കട്ടെ. ഇത്രയും കാണുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ പേജ് മറിക്കാവേ. ഇനി നമുക്ക് സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ ഡോട്ട് സ്ട്രക്ചർ പഠിക്കാം. ഇത് പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ്. ഇത് സിലബസിൽ ഉണ്ട് എങ്കിലും എവിടുന്ന ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് ടൈമിൽ റിട്ടൺ ആണോ, മൊത്തം റിട്ടൺ ആണോ, MCQs ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അത് പലതാണ് പറയുന്നത്. അപ്പം 20 മാർക്കിൻ്റെ ആണെങ്കിൽ റൈറ്റിങ്ങിലോ ഡ്രോയിങ്ങോ ഒക്കെ വരും. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. അപ്പം ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ, electron structure of saturated. എനിക്ക് മക്കളെ പേനയുടെ മഷി തീർന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ ഡോട്ട് സ്ട്രക്ചറിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമേ പേന തീർന്നു മക്കളെ, അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് വന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഇതെടുക്കാം, ഈഥേൻ എടുക്കാം. ETHN, അത് ANEയുടെ ഈഥേൻ എങ്ങനെയാണ്? C2H6 ആണ് കേട്ടോ. C2H6 അത് നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ C2 ഉള്ളൂ. അപ്പം ആദ്യമേ നമുക്ക് എങ്ങനെയാണ് സാച്ചുറേറ്റഡ് സ്ട്രക്ചർ വരയ്ക്കുമ്പം ആദ്യമേ 2 C ഓവർലാപ്പ് ചെയ്ത് വരച്ചു. ഇത് രണ്ടും ഒരു C ഉണ്ട്. അപ്പം നമുക്ക് C ഇവിടെ തന്നെ കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? 3. അപ്പൊ സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ഓൾറെഡി ഇതാ ഇവിടെ ഓവർലാപ്പ് ചെയ്ത് തന്നെയാണ് വരയ്ക്കേണ്ടത്. ഇത് റൗണ്ട് ആട്ടോ. റൗണ്ട് അപ്പിനൊക്കെ ഒരു ഇച്ചിരി മാറ്റം വന്നതേ ഉള്ളൂ, നിങ്ങൾ ചിരിക്കരുത്. അപ്പോൾ ഇത് കേട്ടോ, നമ്മളിങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിനെ വരച്ചു. അപ്പോൾ എന്താണ്? ഇവിടെ ഹൈഡ്രജൻ ആണ്, അതിൻ്റെ ഒരു ആറ്റത്തിനെ ഇവിടെ ഷെയർ ചെയ്തു. ഹൈഡ്രജൻ ആറ്റം ഓരോ ആറ്റത്തിനെ നമുക്ക് ഷെയർ ചെയ്യിപ്പിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഓരോ ആറ്റത്തിനെ ഷെയർ ചെയ്ത് വെച്ചു കൊടുത്തു. അപ്പൊ എന്താ? 1 2 3. അപ്പൊ ഇവിടേക്കും ഒരെണ്ണത്തിനെ ഷെയർ ചെയ്യും. ആര്? ഇങ്ങോട്ടും ഒരാൾ ഷെയർ ചെയ്യും, അങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യും. അപ്പൊ ഇത് നോക്കിയാൽ 1 2 3 4 5 എന്നുള്ള രീതിയിൽ എന്തായി? ഇതിന്റെ ഒരു പെർഫെക്റ്റ് ബോണ്ടിങ്ങിലേക്ക് ഇതിനെ നമ്മൾ എത്തിച്ചു കേട്ടോ. ഈഥേൻ C2H6. ഇനി നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാം?
നമുക്ക് ഈ 1 2 3 4 6 അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് C2H6 എന്നുള്ളൊരു ഫോം ഇത് ഇങ്ങനെ ബാലൻസിങ് ആക്കി എടുത്തപ്പം അപ്പോൾ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഒരു സ്കെലിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ചെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്? അപ്പം അങ്ങനെ ചോദിച്ചാൽ ഇതിൻ്റെ എന്താണ് സാച്ചുറേറ്റഡ് കാർബണായ ഈഥൈൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറാണിത്. ഇനി ഇതിനൊരു സ്കെലിറ്റൽ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് സിംഗിൾ ബോണ്ടാണ്. നമുക്ക് ആദ്യമേ അറിയാം ഇത് സിംഗിൾ ബോണ്ടാണ്. ഇത് 3 ഹൈഡ്രജൻ ആറ്റത്തിനെ എന്ത് ചെയ്യാണ്, ബാലൻസ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ആയി എടുക്കുക. ഇതുണ്ട് 2CH6 എന്നുള്ളൊരു ബോണ്ടിലേക്ക് മാറുവാണ്. ഇത് കണ്ടോ, ഇതിന്റെ 2 സ്ട്രക്ചർ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, ഇതിങ്ങനെയാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ളൊരു ബോണ്ടിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഈ അൺവാണ്ടഡ് ആയിട്ട് ഈ കാർബൺ എന്ന് പറയുന്ന സാധനം നമ്മൾ എയറിലൊക്കെ വെക്കുമ്പോൾ കത്തത്തില്ലേ, കത്താം, വേറെ ടോട്ടലി സ്ട്രക്ചറേ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്ത് ചെയ്യും, അവർ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് എന്താവും, ഗ്യാസ് കോൺഫിഗറേഷൻ വഴി എന്താ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് മാറി നിൽക്കും. അപ്പോൾ ഇതിനെ എന്താണ്, ഇതൊരു സ്റ്റേബിൾ സ്ട്രക്ചറാണ്. അപ്പോൾ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുണ്ട്, ലോസും ചെയ്യത്തില്ല ഗെയിനും ചെയ്യത്തില്ല, വേറൊരാളോട് ചേർന്ന് നിന്നുകൊണ്ട് സിംഗിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വഴി വലിയ പ്രശ്നമില്ലാത്ത ഒരു സ്ട്രക്ചറിലേക്ക്, ഒരു സ്റ്റേറ്റിലേക്ക് അവർ മാറി നിൽക്കും. ഇതിന്റെ ഡോട്ട് സ്ട്രക്ചർ ഇതാണ്, സ്കെലിറ്റൽ സ്ട്രക്ചർ ഇതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എന്നിട്ട് ഈ സ്ട്രക്ചർ ബനാദിക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ഇതിലൊക്കെ ഇങ്ങനെ ഒരു ഫോമിലാണ് ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഒരു ആനിമേഷൻ പിക്ചർ എങ്ങാണ്ട് നോക്കിയാൽ മതി, അപ്പം മനസ്സിലായി. ഇനി നമുക്ക് അൺസാച്ചുറേറ്റഡ് പഠിക്കാം. അൺസാച്ചുറേറ്റഡിനകത്ത് എന്താ, അൺസാച്ചുറേറ്റഡിനകത്ത് നമ്മൾ ഈ എഥൈനും പഠിക്കാം. നമ്മൾ ഈഥേൻ പഠിച്ചു, ഇത് ഈഥേൻ ആണ്. നമുക്ക് എന്താ C2H4 പഠിക്കാം. C2H4 അതെന്താ, ETHENE കേട്ടോ, ENE, ഇത് ANE, ഇത് ENE. ഇനി അടുത്തത് YNE ആണ്. C2H2 ആവുമ്പോൾ ഇതെന്താവും, YNE ആയി മാറും. അപ്പൊ എന്താ, ETHYNE ആയിട്ട് മാറും കേട്ടോ. അപ്പം അൺസാച്ചുറേറ്റഡിനകത്ത് നമ്മൾ ഇതെങ്ങനെയാ C2H4 എങ്ങനെയാ വരയ്ക്കേണ്ടത്? അപ്പം നമുക്ക് മനസ്സിലാവും. 2 ചെയ്യേണ്ടത്. ആദ്യമേ 2, ഇത് ഒരേ അളവാട്ടോ, 2 അളവായി പോയതാ. അപ്പം 2 കാർബണാറ്റം വന്നു. ഇനി നമുക്ക് 4 എണ്ണേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എവിടെയെങ്കിലും ഇവിടെ ഒരു Hനെ കൊടുക്കാം, ഇവിടെ ഒരു Hനെ കൊടുക്കാം, ഇവിടെ ഒരു Hനെ കൊടുക്കാം, ഇവിടെ ഒരു Hനെ കൊടുക്കാം. എന്നിട്ട് ഷെയർ ചെയ്യിപ്പിച്ചോളൂ ഓരോരോ ആറ്റം. ഇത് കണ്ടോ. അപ്പൊ ഇവിടെ എന്താണ്, ഡബിൾ ബോണ്ട് ആകുമ്പോൾ 2 എണ്ണമാണ് ഷെയർ ചെയ്യേണ്ടത്, 2 എണ്ണം ഷെയർ ചെയ്യണം. സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ 2 ആവും. ഡബിൾ ബോണ്ട് ആകുമ്പോൾ എന്ത് ചെയ്യണം, ഇയാൾ 2 എണ്ണം ഇങ്ങോട്ട് ഷെയർ ചെയ്യണം, ഇയാൾ 2 എണ്ണം ഇങ്ങോട്ട് ഷെയർ ചെയ്യണം. അപ്പൊ കണ്ടോ, ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ഇതാണ്. ഇനി നമുക്ക് YNE എത്തണേ, C2H2 ആകുമ്പോൾ എന്താ, അപ്പൊ ഈ ഒരു ഫോമിൽ എത്തണമെങ്കിൽ 3 എണ്ണം ഷെയർ ചെയ്യണം. C2H2 ആകുമ്പോൾ എന്താ, ട്രിപ്പിൾ ബോണ്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. അതാണ്ട് ഇത്. അപ്പൊ ഇതിന്റെ സ്കെലിറ്റൽ ഞാനിവിടെ വരച്ചു തരാം. C, ഡബിൾ ബോണ്ട് C. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ H എവിടെയെങ്കിലും ഒരു 2 എടുത്ത് ഇത് കണ്ടോ. ഇനി നമ്മൾ ട്രിപ്പിൾ ബോണ്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഓരോ ഹൈഡ്രജൻ ആറ്റവും പിന്നെ എന്താ വലൻസി ഷെല്ലിനകത്ത് 3 ഗെയിൻ ചെയ്ത് അവർ ബാലൻസ് ആയിട്ട് നിൽക്കും. 1 2. അപ്പൊ എന്താ, ഇവിടെ ഒരു 6 എണ്ണം, 1 2 3 4 5 6, ഇവിടെ ഒരു 6 എണ്ണം ഉണ്ട് കേട്ടോ. ചെറുതായിപ്പോയി അവിടെ ലൈൻ. അപ്പൊ 6 എണ്ണം ഉണ്ട്. കാർബൺ ആറ്റമാണ്. നമുക്ക് എന്താ, ഓരോ ഹൈഡ്രജൻ ആറ്റേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഓരോന്നിനെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ. അപ്പൊ ഇത് എന്തായി, വാലൻസി ആയി മാറി. അപ്പൊ ഇത് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ, സിയുടെ ട്രിപ്പിൾ ബോണ്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ട്രിപ്പിൾ ബോണ്ട് ചെയ്യണം. അപ്പൊ ഓരോ ഹൈഡ്രജൻ ആറ്റം, അപ്പൊ എന്താ, ഹൈഡ്രജൻ ആറ്റം 1. അപ്പൊ മനസ്സിലായല്ലോ. അപ്പം ഇത്രയാണ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ ഈഥൈൻ, ANE, ENE, YNE ഈ 3 എണ്ണത്തിന്റെ ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഒരു മിനിറ്റ് മക്കളെ, ഞാൻ പേജ് മറിക്കട്ടെ.
ഇനി നമുക്ക് സൈക്ലിക് അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺസിനെ പറയാം. എന്താണ് സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസ്? HCനെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺ എന്ന് വെച്ചാൽ ദീസ് ആർ ദ ഹൈഡ്രോകാർബൺസ് വിച്ച് ഹാവ് എ കാർബൺ ക്ലോസ്ഡ് ചെയിൻ. അപ്പൊ എന്താണ് കാർബണിന്റെ ഇങ്ങനെ ക്ലോസ്ഡ് ചെയിൻ ആയിട്ട് കാർബണിനെ സൈക്കിൾ പോലെ വരുവാണെങ്കിൽ അതിനാണ് സൈക്ലിക് ഓർ ക്ലോസ്ഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയാം. ഞാൻ ഒന്നുകൂടെ പറയാം. ദീസ് ആർ ദ ഹൈഡ്രോകാർബൺ വിച്ച് ഹാവ് കാർബൺ ക്ലോസ്ഡ് ചെയിൻ. മനസ്സിലായോ? അപ്പം സൈക്ലിക് അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബണിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഒന്നാമത്തത് ആലിസൈക്ലിക്, രണ്ടാമത്തത് ആരോമാറ്റിക്. ആലിസൈക്ലിക് ഞാൻ എഴുതാവേ. ആലിസൈക്ലിക് നമ്പർ 1 ആണ് ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺ. ഇവിടെ ഹൈഡ്രോകാർബൺ ഉണ്ട് കേട്ടോ, ഞാൻ എഴുതുന്നില്ല. ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺ എന്ന് വെച്ചാൽ ദീസ് ആർ ദ ഹൈഡ്രോകാർബൺ വിച്ച് ഡു നോട്ട് ഹാവ് ബെൻസൈൻ റിംഗ്സ് ഇൻ ദെയർ സ്ട്രക്ചർ. ബെൻസൈൻ റിംഗ്സ് ഇല്ലാത്തത് എന്താണ്? ENE ആണ് കേട്ടോ. ENE സ്ട്രക്ചർ എന്താണ്? ഡബിൾ ബോണ്ട്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ENE എന്ന് വന്നാൽ അത് ഡബിൾ ബോണ്ട് ആണ്. YNE വന്നാൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. പിന്നെ ANE വന്നാൽ എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് അലിസൈക്കിൾ ഹൈഡ്രോകാർബൺസ് ആർ ദ ഹൈഡ്രോകാർബൺ വിച്ച് ഡു നോട്ട് ഹാവ് ബെൻസീൻ റിംഗ് ഇൻ ദെയർ സ്ട്രക്ചർ. ഡു നോട്ട് ഹാവ് ബെൻസീൻ റിങ് കാണുന്നുണ്ടോ മക്കളെ? ഓക്കെ, ബെൻസീൻ റിങ് ഇൻ ദയർ സ്ട്രക്ചർ. ഓക്കെ, ആലിസൈക്ലിക്കിനകത്ത് ബെൻസീൻ റിങ് ഇല്ല എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടാണ് ഇല്ലാത്തത്. ഇനി അടുത്തത് രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ഏതാ? അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. പേര് നല്ല രസമുണ്ടല്ലേ, അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. അരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് വെച്ചാൽ എന്താ? ഹൈഡ്രോകാർബൺ വിച്ച് ഹാവ് ബെൻസീൻ റിംഗ് ഇൻ ദയർ സ്ട്രക്ചർ. ബെൻസീൻ റിംഗ് ഉണ്ട്, ഇവിടെ ബെൻസീൻ റിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് പോസിബിൾ ആണ്. അലിസൈക്ലിനകത്ത് ബെൻസീൻ റിംഗ് ഇല്ല, ഡബിൾ ബോണ്ട് പോസിബിൾ അല്ല. ആരോമാറ്റിക്കിനകത്ത് ബെൻസീൻ റിംഗ് ഉണ്ട്, ഇറ്റ്സ് പോസിബിൾ ഇൻ ഡബിൾ ബോണ്ട്. വെൻ ഹൈഡ്രോജൻ ബോണ്ട് ടു കാർബൺ ഓഫ് ബെൻസീൻ ഈസ് substituted with halogen, radicals or other functional group, the derivatives are called aromatic compound. എന്ന് വെച്ചാൽ സോറി മക്കളെ, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ആരോമാറ്റിക്കിനകത്ത് ബെൻസീൻ റിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് അതിൽ പോസിബിൾ ആണ്. വെൻ ഹൈഡ്രജൻ ബോണ്ടഡ് ടു കാർബൺ ഓഫ് ബെൻസീൻ്റെ കാർബണുമായിട്ട് ഹൈഡ്രജൻ എപ്പോഴെങ്കിലും ബോണ്ട് ആവുകയാണെങ്കിൽ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ഹാലോജൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനായ ഹാലോജൻസ്, റേഡിക്കിൾസ് അല്ലെങ്കിൽ അതർ ഫങ്ഷണൽ ഗ്രൂപ്പ്, ദ ഡെറിവേറ്റീവ്സ്, ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻസിനെ നമ്മൾ എന്തോ പറയും? ആരോമാറ്റിക് കോമ്പൗണ്ട്സുകൾ എന്ന് പറയും. ആരോമാറ്റിക് റേഡിക്കൽസ് എന്ന്, അപ്പോൾ ഞാൻ ഇതിനകത്തൊരു റേഡിക്കൽസ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. റേഡിക്കൽസ് എന്ന് വെച്ചാൽ എന്തോ അറ്റ്ലീസ്റ്റ് 1 പെയർഡ് വാലൻസി ഇലക്ട്രോൺ, 1 പെയർ വാലൻസി ഇലക്ട്രോൺ എങ്കിലും അറ്റ്ലീസ്റ്റ് കാണാം. അങ്ങനെയാണ് റേഡിക്കൽസ്. നിങ്ങൾ നമ്മുടെ പട്ടികയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നമുക്കതിനകത്ത് മനസ്സിലാവും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത്. റേഡിക്കൽ, ഹാലോജൻ, ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. ഞാനിപ്പോൾ ഇങ്ങനെ വേഗം പറഞ്ഞു പോകുന്ന ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിപ്പ് ചെയ്ത് വെറുതെ കാണാൻ നിൽക്കരുത്. ഏറ്റവും സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഓരോരുത്തർ ഇപ്പോൾ കുറേ കുട്ടികൾ എന്നെ വിളിച്ചു പറഞ്ഞു, മാം എനിക്ക് ലാസ്റ്റിലാണ് ഈ വീഡിയോ കണ്ടത്, അതുകൊണ്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റില്ല, ഇത് മുന്നേ ഇട്ട് തരുമോ? ഞാൻ 3 മാസം മുന്നേ ഇട്ടതാണ് മക്കളെ. എനിക്ക് നിങ്ങളുടെ അതിൽ അടുത്ത് അത് എത്താഞ്ഞത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിൻ്റെ നോക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം വേഗം നിങ്ങളുടെ എല്ലാവരുടെയും അടുത്ത് എത്താനുള്ളത്. ചിലർ വിളിച്ചു പറഞ്ഞു അത് ആദ്യമേ കാണാൻ പറ്റിയതുകൊണ്ട് 2-3 ടൈംസ് കണ്ടവരുണ്ട്. ഒരുപാട് താങ്ക്സ് പറഞ്ഞ കുട്ടികളുണ്ട്. മോഡൽസും
ഗ്രാമർ പോർഷനും സയൻസും ഒരുപാട് ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ തുടക്കം തന്നെ മാം ഒത്തിരി ലേറ്റ് ആക്കാതെ ഞങ്ങളുടെ ചാപ്റ്ററുകൾ ആദ്യമേ ഇട്ട് തരണമെന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടൈമില്ലാത്ത സമയത്തും ഈ രാത്രിയിൽ ഞാൻ ഇതിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ, മാക്സിമം നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം ഇതൊക്കെ. അപ്പം നമ്മൾ ആരോമാറ്റിക്കും അലിസൈക്ലിക്കും കഴിഞ്ഞു. ഇനി നമ്മൾ ബെൻസീൻ പറയാം. ബെൻസീൻ എന്താണ്? ബെൻസീൻ ബെൻസീൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ആരോമാറ്റിക് നമ്മൾ പറഞ്ഞു, ബെൻസീൻ ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ്. എന്താണ്? വിച്ച് ഹാസ് ദ മോളിക്കുലാർ ഫോർമുല നമ്മൾ പറഞ്ഞു C6H6 ആണ്. അപ്പോൾ എന്താ? ബെൻസീൻ ZENE BENZENE കേട്ടോ. അപ്പം ഇറ്റ് ഹാസ് എ അൾട്ടർനേറ്റിംഗ് കാർബൺ സിംഗിൾ ആൻഡ് ഡബിൾ ചെയിൻ. ഇതിനെന്താ? C6H6 എന്നുള്ള ബെൻസീൻ എന്നുള്ളതിനകത്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സിംഗിൾ ഡബിൾ ബോണ്ടുകളാണ് വരുന്നത്. അപ്പം എന്താണ്? നമ്മളിവിടെ എഴുതാം, ഇവിടെ ഒരു C, ഇവിടെ ഒരു C. അപ്പം എന്നിട്ട് C. അപ്പം നമ്മളിവിടെ എഴുതുമ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു എന്താണ്? ഇവിടെ ഒരു സിംഗിൾ വന്നാൽ ഇവിടെ ഒരു ഡബിൾ ആണ്, ഇവിടെ ഒരു സിംഗിൾ, ഇവിടെ ഒരു ഡബിൾ, ഇവിടെ ഒരു സിംഗിൾ, ഇവിടെ ഒരു ഡബിൾ. ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് ബെൻസീൻ്റെ എന്ത് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്ത് വെച്ചത്. എന്നിട്ട് ഇതിനകത്തെല്ലാം എന്താ? ഇതിനകത്തെല്ലാം ഹൈഡ്രജന്റെ ബോൺസുകളും ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഇത് ഇവിടെ ഒരു ബോണ്ട് വന്നു, ഇവിടെ ബോണ്ടില്ല, ഇവിടെ ഒരു ബോണ്ട് വന്നു, ഇവിടെ ബോണ്ടില്ല, ഇങ്ങനെ. അതല്ലെങ്കിൽ മാറി ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബോണ്ടിന്റെ സ്ട്രക്ചർ എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഞാനിവിടെ എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ തൊട്ടടുത്ത് സിംഗിൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് IUPAC നെയിം ഓഫ് ഹൈഡ്രോ കാർബൺ കൺസിസ്റ്റ് ഓഫ് 2 pairs. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിനകത്ത്. അപ്പം പിന്നെ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയാം, ബെൻസൈൻ ക്യാൻ ആൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് എന്ന് പറഞ്ഞിട്ട് കുറേ വരും. ബെൻസൈനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഒരു ഇങ്ങനൊരു സ്ട്രക്ചർ വരച്ചിട്ട് ഈ സിംഗിൾ ലൈനുകൾ ഒന്ന് സിംഗിൾ ഒന്ന് ഡബിൾ അങ്ങനെ വരയ്ക്കാം. പിന്നെ അങ്ങനെ ഒരു വെച്ച് അകത്ത് ഇങ്ങനൊരു റൗണ്ട് ആക്കി വരയ്ക്കാം ഇതിനെ. പിന്നെ ഇത് ഡോട്ട് സ്ട്രക്ചറിൽ വരയ്ക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ച് ഏതാണ്ട് ഈ ഒരു പെൻറ്റാഗൺ ഷേപ്പിൽ 1 2 3 4 5 ഒരു ഹെക്സാഗൺ ഷേപ്പിൽ ആയിരിക്കണം അതിൻ്റെ സ്ട്രക്ചർ. ഹെക്സാഗൺ വരച്ചതിന് ശേഷം അതിനകത്ത് റൗണ്ട് ചെയ്യാം, ഡോട്ട് ഇട്ട് റൗണ്ട് അടിക്കാം, ഓരോ ലൈൻ ഡബിൾ ബോണ്ട് ഇങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി IUPAC നെയിം എന്ന് വെച്ചാൽ എന്താ? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഹൈഡ്രോ കാർബണിന് എന്താണ് 2 പാർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റവും വേർഡ് റൂട്ട് എന്ന് വെച്ചാൽ ഗ്രീക്ക് നെയിമും വെച്ചിട്ട് പ്രിഫിക്സ് സഫിക്സ് വെച്ചുകൊണ്ട് അതിനെ പേര് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പറയാം, ഞാൻ ആദ്യമേ പറഞ്ഞു 1 2 3 4 5 6 7 8 9 10. ഇത് നിങ്ങളുടെ ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. 1 2 3 വെച്ച് എങ്ങനെയാണ് ഇതിനെ ഇത് ബുക്കിനകത്തുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം ആദ്യമേ ഇതിൻ്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഒരെണ്ണത്തിനകത്ത് കാർബൺ ആറ്റം ഒന്നേ ഉള്ളതിനകത്ത് അതെന്താ? METH മിഥൈൻ എന്ന് വേണമെങ്കിൽ എഴുതാം. രണ്ടാമത്തത് ETH, മൂന്നാമത്തത് പ്രൊപ്പ്, നാലാമത്തത് ബ്യൂട്ടൈൻ, അഞ്ചാമത്തത് പെൻഡ്, ആറാമത്തെ ഹെക്സ്, ഏഴാമത്തെ ഹെപ്റ്റ്, എട്ടാമത്തെ ഒക്ട്, ഒമ്പതാമത്തെ നൺ, 10th ഡെക്ക്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇത് ഞാൻ വലിയൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് വേണ്ടിയാണ് പറഞ്ഞു തന്നത്. അപ്പം പിന്നെന്താ ഇതിൻ്റെ കൂടെ മെഥൈൻ, ഇതിൻ്റെ കൂടെ നോക്കിയേ മീഥൈൻ, ഈഥൈൻ ഏത് വേണമെങ്കിലും ചേർക്കാം. 3 ചേർത്തിട്ട് 1 2 3 3 പ്രപ്പോർഷണൽ ബോണ്ടിങ്ങിൻ്റെ അനുസരിച്ച് ഡബിൾ ബോണ്ടാണോ സിംഗിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ എന്നനുസരിച്ച് ഇതിൻ്റെ കൂടെ ANE YNE ENE ഏത് വേണമെങ്കിലും ചേർക്കാം. ഇതാണ് 1 to 10 വരെയുള്ള കാർബണിൻ്റെ നമ്പറുകളും അതിൻ്റെ വേർഡ് റൂട്ട് മീൻസ് ഗ്രീക്ക് നെയിം കേട്ടോ. ഗ്രീക്ക് നെയിം ഈ പഠിച്ചതിനപ്പുറം ഒന്നും നിങ്ങളുടെ ഒരു CBSE നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നല്ലാതെ ഇതിനപ്പുറത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുതരാം. എങ്ങനെയായാലും ഇത് ഇത്രയും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ വരും ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് കേട്ടോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. എന്താ? മോളിക്കുലാർ ഫോർമുല. എ ടൈപ്പ് ഓഫ് ഫോർമുല വിച്ച് റൈറ്റിംഗ് ഹൈഡ്രോ കാർബൺ.
ഫോർമുല കേട്ടോ, ഫോർമുല. അപ്പൊ എന്താണ്, എങ്ങനെയൊക്കെ? ആദ്യത്തത് മോളിക്കുലാർ ഫോർമുലയാണ്. മോളിക്കുലാർ ഫോർമുല എന്താണ്? എന്താണ് ഈ ടൈപ്പ് ഓഫ് ഹൈഡ്രോകാർബണിന്റെ മോളിക്കുലാർ ഫോർമുല? ഇറ്റ് ഇൻവോൾവ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ആറ്റം പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട്. എന്താ ആക്ച്വൽ നമ്പർ? ആക്ച്വൽ നമ്പർ ഓഫ് എന്താ ഈച്ച് ടൈപ്പ് ഓഫ് ആറ്റം പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട് ആണ് മോളിക്കുലാർ ഫോർമുല. ഇനി സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ട്രക്ചറൽ ഫോർമുല എന്താണ്? സ്ട്രക്ചറൽ ഫോർമുല ദ ആക്ച്വൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം. ഇതെന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം. ആക്ച്വൽ നമ്പർ. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വൽ നമ്പറിന്റെ എന്താണ്? ആക്ച്വൽ നമ്പർ ആണ്. എന്തിന്റെ? ആറ്റം. ആ നമ്പർ ഓഫ് ആറ്റം. ഇത് ആക്ച്വൽ അറേഞ്ച്മെന്റ് ഓഫ്, റെഡി ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഓഫ് ആറ്റമാണ് സ്ട്രക്ചറൽ ഫോർമുല. ഇനി മൂന്നാമത്തത് നമുക്ക് ഇതുവരെ പഠിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. ഇനി എന്താണ്? കണ്ടൻസ്ഡ് ഫോർമുലയുണ്ട്. എന്താണ് കണ്ടൻസ്ഡ് ഫോർമുല? പറഞ്ഞുതരാമേ. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് വെച്ചാൽ ഷോർട്ട് ആൻഡ് ഫോം ഓഫ് ദ സ്ട്രക്ചറൽ ഫോർമുല. ഷോർട്ട് ആൻഡ് ഫോം ഓഫ് സ്ട്രക്ചറൽ ഫോർമുല. ഷോർട്ട് ആൻഡ് ഫോം ആണ് സ്ട്രക്ചറൽ ഫോർമുലയുടെ ഷോർട്ട് ആൻഡ് ഫോം ആണ് എന്ത്? കണ്ടൻസ്ഡ് ഫോർമുല. അപ്പൊ അതെന്താണ്? C2H6 എന്നൊക്കെ. അപ്പൊ ഒരു കണ്ടൻസ്ഡ് ഫോർമുല പറഞ്ഞ മക്കളെ, K2 CO2 H2. എക്സാമ്പിൾ CO2 അല്ലെങ്കിൽ H2O. ഇതൊക്കെ എന്താണ്? കണ്ടൻസ്ഡ് ഫോർമുലയാണ്. ഏറ്റവും കുറച്ച് എഴുതുന്ന, ഏറ്റവും ലഘുവായിട്ട് അതിനെ എഴുതുന്ന ഫോർമുലയാണ് കണ്ടൻസ്ഡ് ഫോർമുല. അത് മനസ്സിലായോ? ഇനി നമുക്ക് ഹെട്രോ ആറ്റം ഫങ്ഷണൽ ഗ്രൂപ്പ്, അത് നിങ്ങൾ ബുക്കിനകത്ത് നോക്കി വായിക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോമോലോഗസ് സീരീസ് ആണ്. എന്താ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹോമോലോഗസ് സീരീസ്. എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ശ്രദ്ധിച്ചിരിക്കണേ. എന്താണ് ഹോമോലോഗസ് സീരീസ്? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട്. എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് വെച്ചാൽ എ സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ വിച്ച് എവരി സക്സീഡിങ് നമ്പർ ഡിഫർ ഫ്രം ദ പ്രീവിയസ് വൺ ബൈ അല്ലെങ്കിൽ CH2 അല്ലെങ്കിൽ 14 AMU. AMU എന്തുവാ? mass of atom കേട്ടോ. AMU എന്ന് വെച്ചാൽ mass of atom is called homogeneous series. The molecular formula of all the members of the homogeneous series can be derived from a general formula. അപ്പം ഹോമോലോഗസ് സീരീസ് എന്ന് വെച്ചാൽ എ സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ വിച്ച് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ സീരീസുകൾ എവരി സക്സീഡിങ് എന്ന് വെച്ചാൽ മുന്നോട്ടുള്ള നമ്പർ ഡിഫർ ഫ്രം ദ പ്രീവിയസ് വൺ. മുന്നിലുള്ളതിനെക്കാട്ടിലും ഡിഫറൻ്റ് ആയിട്ടിരിക്കും അതിൻ്റെ തൊട്ട് മുന്നിലുള്ളത്. അപ്പം -CH2 അല്ലെങ്കിൽ 14 AMU എന്നൊക്കെ പറയുന്നത് ഈസ് കാൾഡ് ഇതാണ് CH2 ഓർ 14 AMU. ഇത് AMU എന്ന് വെച്ചാൽ മാസ് ആട്ടോ, ആറ്റത്തെ മാസ് ഓഫ് ആറ്റം ആണ് AMU എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ്. എന്ന് വെച്ചാൽ എ സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് വിച്ച് എവരി ഇത്രയും എഴുതാൻ എനിക്ക് സമയമില്ല കേട്ടോ. എവരി സക്സീഡിങ് നമ്പർ ഡിഫർ ഫ്രം ദ പ്രീവിയസ് വൺ ബൈ മൈനസ് ഇങ്ങനെ ഒരു -CH2 ഇട്ടിട്ട് അല്ലെങ്കിൽ 14 AMU ആർ ഈസ് കാൾഡ് ഹോമോലോഗസ് സീരീസ്. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ homologous series can be derived by a general formula. ഈ എല്ലാത്തിനെയും ഹോമോലോഗസ് സീരീസിനകത്തുള്ള ഈ ഒരു ജനറൽ ഫോർമുല വെച്ച് അതിനെ ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഇനി പറയാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് എ ഹോമോലോഗസ് സീരീസ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടി ഉള്ളത്? As the molecular mass increase in a series, physical properties of the compound show a variation. അപ്പോൾ എന്താ? മോളിക്കുലർ മാസ് ഹോമോലോഗസ് സീരീസിനകത്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് എന്ത് വരും?
ചേഞ്ചസ് വരും. ബട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഡിറ്റർമൈൻഡ് ബൈ എ ഫങ്ഷണൽ ഗ്രൂപ്പ് റിമൈൻ ദ സെയിം വിത്തിൻ എ സീരീസ്. പക്ഷെ എന്താണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിനകത്തുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് വരും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് വരും, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് റിമൈനിങ് ദ സെയിം വിത്തിൻ ദ സീരീസ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആകും. എവിടെ? ഹോമോലോഗസ് സീരീസിനകത്ത്. ഇനി നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് പറയാം. ഹോമോലോഗസ് സീരീസ് ഇൻ ആൽക്കെയിൻ. ആൽക്കെയിൻ എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറയാം. ALKANES ആൽക്കെയിൻസ് എന്ന് വെച്ചാൽ ഹോമോലോഗസ് സീരീസ് ഓഫ് ആൽക്കെയിൻ. ജനറൽ ഫോർമുല എന്താ മക്കളെ ഇതിന്റെ? CnH2n ആണ്. H2 ഇപ്പൊ എന്താ ഇവിടെ? ഗെയിൻ ചെയ്യാണോ ലൂസ് ചെയ്യാണോ? H2n +2 ആട്ടോ. അപ്പൊ +2 വരുമ്പം വെൻ n നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്താവും? അപ്പൊ ഇവിടെ n നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്താ? CH4 ആവും. പിന്നെന്താവും? C2H6 ആവാം, അല്ലെങ്കിൽ എന്താ? C3H8 ആയിട്ട് മാറും. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോപ്പർട്ടി ചേഞ്ചിങ്. ഇനി ആൽക്കീൻ. ആൽക്കീൻ എന്ന് വരുമ്പോ എന്താ? എത്ര ഡബിളും ആവാം. ആൽക്കീൻ വരുമ്പം ഡബിളും ആവാം, സംടൈംസ് ട്രിപ്പിളും ആവാം. ALKENES. ആൽക്കീൻസ് വരുമ്പം ഇവിടെ എന്താവും? ഇവിടെ ഞാനിവിടെ പറഞ്ഞു CH2 ആറ്റം. CH2 എന്തായിട്ട് മാറാം? ആൽക്കീൻസ് വരുമ്പം CnH2n എത്രയെങ്കിലും ആവാം കേട്ടോ. 3യോ ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ ആവാം. അപ്പൊ നമുക്ക് എന്തായിട്ട് ഇവിടെ മാറും? C2H4 ആവാം. ഇവിടെ C വന്നുള്ളൂ, C2H4 ആയി, C3. ഇവിടെ C3 എന്നുള്ളത് H6, ഇവിടെ ട്രിപ്പിൾ ബോണ്ടായി, അല്ലെങ്കിൽ എന്താ? C4H8 ആയിട്ട് മാറി. ഇത് കണ്ടോ? ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇനി എന്താണ്? ആൽക്കൈൻ ആവുമ്പോ, ജനറൽ ഫോർമുലയില് ആൽക്കൈൻ ആവുമ്പോ എന്താവുന്നത്? ALKYNES. ആൽക്കീൻസ് ആവുമ്പോ എന്താ മക്കളെ ആവുന്നേ? CnH2n-2 ആട്ടോ. അപ്പം -2 ഗെയിൻ ചെയ്യുമ്പോ എന്ത് പറയുന്നത്? നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇവിടെ C2H2 ആവും, അല്ലെങ്കിൽ C3H4 ആവും, അല്ലെങ്കിൽ എന്താ? C4H6 ആവും കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസുകൾക്ക് എവിടെ? ഹോമോലോഗസ് സീരീസിനകത്ത് ചേഞ്ചസ് വരുന്നത്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ കാർബൺ കോമ്പൗണ്ടിനെ നമുക്ക് പഠിക്കാം. എന്താണ് കാർബൺ കോമ്പൗണ്ടിന്? കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ, ഞാൻ വേഗം പറയുന്നത് കൊണ്ട് ഇത് വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ വീണ്ടും ചോദിച്ചാൽ മതി. മാം ടൈം കിട്ടുമ്പോൾ ഇതിൻ്റെ മോർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഇതിപ്പോൾ ആദ്യമേ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പഠിച്ച് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഇതൊരുപാട് കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആദ്യമേ ഇട്ട വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ. അപ്പോൾ ഇനി നമുക്കൊരു ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. കെമിക്കൽ ഓഫ് കാർബൺ. എന്താണ്? കാർബൺ കോമ്പൗണ്ട് കേട്ടോ. കാർബൺ കോമ്പൗണ്ട് കേട്ടോ. കെമിക്കൽ പ്രോപ്പർട്ടീസ്. കാർബൺ കോമ്പൗണ്ടിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താ? ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് കമ്പഷൻ. എന്താണുള്ളത്? ഇത് നിങ്ങൾക്ക് എന്താ ബുക്കിനകത്ത് ഈ പ്രാവശ്യം ഡിഡക്ഷൻ ആണ്, പക്ഷെ ഇതുമായിട്ട് മാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. നമുക്കത് ഒരു ലൈറ്റ് ആയിട്ട് പഠിച്ചു. എന്താണ് കമ്പഷൻ? COMBUSTION. ഡീറ്റെയിൽ സ്റ്റഡി ഞാൻ ഇതിന് പറഞ്ഞു തരത്തില്ല, കാരണം ഡിഡക്റ്റഡ് പോർഷൻ ആണ്. എങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ചിലപ്പം വരാൻ സാധ്യതയുണ്ടാവാം. കമ്പഷൻ എന്ന് വെച്ചാൽ കാർബൺ കോമ്പൗണ്ട് ബേൺ ഇൻ എയർ ടു ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് കമ്പഷൻ ചെയ്യുമ്പോൾ എന്താണ്? ബേൺ ഇൻ എയർ ടു ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ കോമ്പൗണ്ടുകൾ കമ്പഷനിൽ വരുമ്പം എയറിൽ ബേൺ ആയിട്ട് എന്തൊക്കെ വരും? കാർബൺ ഡൈ ഓക്സൈഡ്, CO2, H2O ആൻഡ് ലൈറ്റ്. മനസ്സിലായോ?
കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ലൈറ്റും ആയിട്ട് വരും. ഇനിയിപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട് ആർ യൂസ്ഡ് ആസ് ഫ്യൂവൽ ബിക്കോസ് ദേ ബേൺ ഇൻ എയർ റിലീസിങ് ലോട്ട് ഓഫ് ഹീറ്റ് എനർജി. ഇതിനെ ഫ്യൂവലായിട്ട്, ഈ കാർബൺ കോമ്പൗണ്ട്സുകളെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് കത്തുമ്പം ലോട്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ജനറലി ബേൺ ഇൻ എയർ വിത്ത് ബ്ലൂ ആൻഡ് നോൺ സൂട്ടി ഫ്ലെയിം. നോൺ സൂട്ടി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ബ്ലൂ ഫ്ലെയിം കാണത്തില്ലേ, പ്യുവർ ഫ്ലെയിം ആയിട്ട് വരും. എന്ത്? സാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് ആകുമ്പോൾ എന്താ? അത് യെല്ലോ സൂട്ടി ഫ്ലെയിം ആണ് വരുന്നത്. അതിനകത്ത് വിഷവാതകങ്ങളുടെ ചേർന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ ഓടിച്ചു പറയാണ്, സൂട്ടി എന്നുള്ള വാക്ക് കേട്ടു വെച്ചോണം. നോൺ സൂട്ടി എന്ന് വെച്ചാൽ പ്യുവർ ആണ്, ബ്ലൂയിഷ്. പിന്നെ യെല്ലോ സൂട്ടി വരുന്നത് അൺസാച്ചുറേറ്റഡിനകത്ത്. അപ്പം അതിനകത്ത് ഒരു ചില വിഷവാതകങ്ങളും വേറെ എന്ത് മിക്സും കാണാം. അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോപ്പർട്ടി, അപ്പോൾ കമ്പൽഷൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ആൽക്കഹോൾ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കാർബോക്സിലിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് ലൈക്ക് ആൽക്കലൈൻ. കേട്ടോ? അപ്പം ഇതിനകത്ത് കാർബൺ കോമ്പൗണ്ടിന്റെ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഓക്സിഡേഷൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പ്രോപ്പർട്ടിക്ക് ഒന്നാമത് കമ്പൽഷൻ ഉണ്ട്, രണ്ടാമത്തത് ഓക്സിഡേഷൻ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് വേണ്ട, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് അഡിഷൻ റിയാക്ഷൻ ആണ്. അഡിഷൻ റിയാക്ഷൻ എന്തുവാ? മൂന്നാമത്തെ 1, 2, 3. അഡിഷൻ. ഓക്കെ, അഡിഷൻ റിയാക്ഷൻ ഉണ്ട്. അഡിഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അണ്ടർഗോ അഡിഷൻ റിയാക്ഷൻ. ഏതാ? അൺസാച്ചുറേറ്റഡ് ആട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് അഡിഷൻ റിയാക്ഷൻ. ഇതുമായിട്ട് മാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്, ഒഴിവാക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു തരുന്നത്. അഡിഷൻ റിയാക്ഷൻ നടക്കുന്നത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനകത്താണ്. ഓക്സിഡേഷൻ നടക്കുന്നത് കാർബോക്സിലിക് ആസിഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയ ആൽക്കലൈനുമായിട്ട് ചേർന്ന് ഓക്സിഡൈസേഷൻ, പൊട്ടാസ്യം ഡൈക്ലോറോമേറ്റ് എന്നൊക്കെ ഉണ്ടാവും. അതിന് ഡീറ്റെയിൽ വേണ്ട കേട്ടോ. പിന്നെ ഉള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നാലാമത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അണ്ടർഗോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റ് ആണ് ഇവിടെ വേണ്ടത്. അപ്പം കമ്പൽഷൻ നടക്കാൻ എയറുമായിട്ട് ചേർന്ന് കമ്പൽഷൻ നടന്ന് എന്താണ്? ഫ്യൂവൽ ഫ്ലെയിം ഉണ്ടാവും. ഓക്സിഡേഷനകത്ത് ഞാൻ പറഞ്ഞു എന്താണ്? കാർബോക്സിലിക് ആസിഡ് എന്തുമായിട്ട്? ഏജന്റായ ആൽക്കലൈനുമായിട്ട് ഓക്സിഡൈസ് ചെയ്ത് അസഡിക് പൊട്ടാസ്യം ഡൈക്ലോറോമേറ്റ് എന്ന് പറയുന്നത് K2Cr2O7 ഉണ്ടാവും. പിന്നെ അഡിഷൻ റിയാക്ഷനകത്ത് എന്താ? ആൽക്കൈനോ ആയിട്ടോ അഡിഷൻ നടന്നിട്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് എന്താ ഉള്ളത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. എന്താണ് ഇവിടെ ഏജന്റ് ആയിട്ടുള്ളത്? സൺലൈറ്റ് ആണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. CH2 അല്ല, CH4 + Cl2. ഇവിടെ എന്താണ്? നമുക്ക് സൺലൈറ്റ് ആണ്. സൺലൈറ്റുമായിട്ട് പ്രവർത്തിച്ച് എന്താവും? CH3Cl + HCl ആയിട്ട് മാറും. അപ്പം നമുക്ക് ഈ ബുക്കിനകത്തുള്ള എന്ത് കഴിഞ്ഞു? ഈ ചാപ്റ്ററിന്റെ കാർബൺ ആൻഡ് കോമ്പൗണ്ടിനകത്തുള്ള ഇത് ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പം ഞാൻ ഒരു നിമോണിക്സ് പറഞ്ഞുതരാം. നിമോണിക്സ് എന്ന് വെച്ചാൽ ട്രിക്സ്. നിമോണിക്സ് എങ്ങനെ മനസ്സിലാക്കും? ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. TDS എന്താണ്? ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കേൻ. Y ആദ്യം, ട്രിപ്പിള്, ഡബിള്, സിംഗിള്. ട്രിപ്പിളിനകത്ത് എന്താ ഉള്ളത്? TYDESA. അപ്പം എഴുതി കാണിക്കണോ കുഞ്ഞുങ്ങളെ? എഴുതി കാണിക്കും കേട്ടോ. അപ്പം ഇതിനകത്ത് ഏറ്റവും ട്രിപ്പിൾ, ഡബിൾ, സിംഗിൾ. അപ്പം ഇവിടെ എന്താ? YEA. ട്രിപ്പിളിനകത്ത് YNE ആണ് ആൽക്കൈൻ, ഡബിളിനകത്ത് ENE ആണ് എന്താ? ആൽക്കീൻ. സിംഗിളിനകത്ത് ANE ആണ്. അപ്പം TDS YEA ഇങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ.
അപ്പോൾ ഇനി വേറെ കൂടുതലൊന്നും വേണ്ടല്ലേ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് മാമിൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ചില വീഡിയോകളൊക്കെ 2000 3000 പേരൊക്കെ കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വിളിച്ച് കുറേ പേര് പറയുന്നു നന്നായിരുന്നു മാം എന്നൊക്കെ. അപ്പം നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുറകെ ചട്ടപ്പടാന്ന് ക്ലാസ്സുകളുണ്ടാവും. അപ്പം നേരത്തെ പഠിച്ചു വെച്ചോളൂ. നമ്മൾ നേരത്തെ ഒരു 6-7 മാസം കൊണ്ട് പഠിച്ചെഴുതിയത് ഇനി ഒരു 2.5 മന്ത് കൊണ്ട് പഠിച്ചെഴുതേണ്ട വരും. എഴുതുകയും ചെയ്യേണ്ട വരും. നിങ്ങൾക്ക് MCQ അറ്റൻഡ് ചെയ്യേണ്ടി വരും സംടൈംസ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിലേയും വരുത്തരുത്. നമുക്ക് വേഗം മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള വഴിയും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. നമുക്ക് ഒരുമിച്ച് മന്ന എഡ്യൂക്കേഷനിലൂടെ ഒരുമിച്ച് പോകാം കേട്ടോ. അപ്പോൾ ഫേസ് ടു കുറേ പേര് പറഞ്ഞു, അത് ഞാൻ മറന്നുപോയി. ആരാണ്? അക്ഷര ഐ ഫോർഗെറ്റ് ഇറ്റ് മോളെ. ഫാദറിൻ്റെ പേര് അശോകൻ അല്ലേ? പേര് മാറിപ്പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അക്ഷര തന്നെയാണ്. അക്ഷര മാം ഫേസ് ടു ഫേസ് ഒരു ദിവസം വരാം ഉറപ്പായിട്ടും. എന്നോട് ഒരുപാട് താങ്ക്സ് വിളിച്ച് പറഞ്ഞ മോളാണ് അക്ഷര. അപ്പം ഉറപ്പായിട്ടും മാം ഫേസ് ടു ഫേസ് ഒരിക്കൽ വരാം. ക്രിസ്മസ് ഒക്കെ ആവട്ടെ, മാമിന് ലീവും ഫ്രീ ഒക്കെ ആകുമ്പം ഒരിക്കൽ ഉറപ്പായിട്ടും വരാം. നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണണം. ബൈ. അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാവേ.